ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SCRT ബയോളജി 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കേരള PSCക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് മാത്രം മതിയാകും നിങ്ങൾക്ക് ഏതൊരു PSC എക്സാമും ബയോളജി പാർട്ട് ക്ലിയർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. മഹാമാരികൾ. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. സൂക്ഷ്മ ജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാലാണ്. ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. രോഗാണുവാഹകർ. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ഈച്ച, എലിച്ചിള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി നിരവധി ജീവികൾ രോഗാണുവാഹകരിൽ പെടും. രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവ നിയന്ത്രിക്കുവാനും ചെറുത്തുനിൽക്കുവാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇത് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നു. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത പ്രതിരോധശേഷി എന്ന് പറയുന്നു. മനുഷ്യന്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയാണ്. വാക്സിനേഷൻ ചാർട്ട്. BCG ബാസിലസ് കാൽമെറ്റ് ഗ്വെറിൻ. BCG ബാസിലസ് കാൽമെറ്റ് ഗ്വെറിൻ. OPV ഓറൽ പോളിയോ വാക്സിൻ. ഹെപ് ബി ഹെപ്പറ്റൈറ്റിസ് ബി. FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RVV റോട്ടാവൈറസ് വാക്സിനേഷൻ. RVV റോട്ടാവൈറസ് വാക്സിനേഷൻ. ജനന സമയത്ത് തന്നെ നൽകുന്ന വാക്സിനേഷനുകളാണ് OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവ. 6 ആഴ്ച പ്രായമാകുമ്പോൾ നൽകുന്നതാണ് OPV1, RVV1, പെൻറ്റാവാലൻ 1, FIPV1, PCV1 എന്നിവ. 10 ആഴ്ച പ്രായമുള്ളപ്പോൾ OPV2, RVV2, പെൻറ്റാവാലൻ 2. 14 ആഴ്ച പ്രായമുള്ളപ്പോൾ OPV3, RVV3, പെൻറ്റാവാലൻ 3, FIPV2, PCV2. PCV ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിനേഷൻ. PCV ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. MR മീസിൽസ് റുബെല്ല വാക്സിൻ. MR മീസിൽസ് റുബെല്ല വാക്സിൻ. DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. 9 മാസം പ്രായമാകുമ്പോൾ MR1, PCV ബൂസ്റ്റർ, വിറ്റമിൻ A, FIPV3 എന്നിവ നൽകും. 16 മുതൽ 24 മാസം വരെ MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റമിൻ A2. 5 മുതൽ 6 വയസ്സിൽ DPT ബൂസ്റ്റർ 2. 10 വയസ്സിൽ TD1, 16 വയസ്സിൽ TD2. നമ്മുടെ ആരോഗ്യം.
നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനുമുള്ള ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകൾ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാരപദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തിന് സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിനാവശ്യമായ ഊർജം നൽകുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അന്നജമാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറമാണ് ഉണ്ടാകുന്നത്. അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറമാണ് ഉണ്ടാകുന്നത്. അന്നജത്തിന്റെ അളവനുസരിച്ച് നീല നിറത്തിന്റെ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. ചെറുധാന്യങ്ങൾ. പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിൽ പ്രോട്ടീൻ, വിറ്റമിൻ, ധാതുലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹനപ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചു വരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ആഹാരമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. റാഗി, ബജ്ര, തിന, ചോളം, ചാമ തുടങ്ങിയവ ചെറുധാന്യങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നു. റാഗി, ബജ്ര, തിന, ചോളം, ചാമ. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീന്റെ കുറവ് മൂലം കോഷിയോക്ക്, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. പ്രോട്ടീന്റെ കുറവ് മൂലം കോഷിയോക്ക്, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയെപ്പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. കൊളസ്ട്രോൾ. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്നു. വിറ്റമിനുകൾ. ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റമിനുകൾ. വിറ്റമിൻ എ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന്. വിറ്റമിൻ എ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന്. വിറ്റമിൻ ബി തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന്. വിറ്റമിൻ ബി തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന്. വിറ്റമിൻ സി പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റമിൻ സി പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വിറ്റമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വിറ്റമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന്. വിറ്റമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന്. വിറ്റമിൻ ഡിയും ബി കോംപ്ലക്സും. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് വിറ്റമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ ഡി. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കാണുക. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമാകുകയോ മൃദുവാകുകയോ ചെയ്യുന്ന അവസ്ഥയാണ് കാണുക. വിറ്റമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം നന്നായിട്ട് ഏൽക്കേണ്ടതുണ്ട്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റമിനുകളാണ് ബി കോംപ്ലക്സ്. 8 തരം ബി വിറ്റമിനുകളുടെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു.
കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനങ്ങൾ, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്ക് ബി കോംപ്ലക്സ് ആവശ്യമാണ്. കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്ക് വിറ്റമിൻ ബി കോംപ്ലക്സ് ആവശ്യമാണ്. വിറ്റമിനുകളും അവ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും. വിറ്റമിൻ എ മത്സ്യം, കാരറ്റ്. വിറ്റമിൻ എ മത്സ്യം, കാരറ്റ്. വിറ്റമിൻ ബി മട്ടയരി, ചീര. വിറ്റമിൻ ബി മട്ടയരി, ചീര. വിറ്റമിൻ സി നെല്ലിക്ക, നാരങ്ങ. വിറ്റമിൻ സി നെല്ലിക്ക, നാരങ്ങ. വിറ്റമിൻ ഡി മത്സ്യം, മുട്ട. വിറ്റമിൻ ഡി മത്സ്യം, മുട്ട. വിറ്റമിൻ ഇ നിലക്കടല, ബദാം. വിറ്റമിൻ ഇ നിലക്കടല, ബദാം. വിറ്റമിൻ കെ കാബേജ്, കോളിഫ്ലവർ. വിറ്റമിൻ കെ കാബേജ്, കോളിഫ്ലവർ. അയേൺ അഥവാ ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നു. ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ എന്നിവയിൽ അയേൺ കണ്ടന്റ് ഉണ്ട്. കാൽസ്യം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു. മുട്ട, പാല്, പച്ചക്കറികൾ, മത്സ്യം എന്നിവയിൽ കാൽസ്യമുണ്ട്. മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം. അയഡിന് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. കടൽ വിഭവങ്ങളിലാണ് ഉള്ളത്. അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. കടൽ വിഭവങ്ങളിലാണ് ധാരാളമായിട്ട് കാണപ്പെടുന്നത്. ഹീമോഗ്ലോബിൻ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുക്കളാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിനു ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുക്കളാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിനു ചുവപ്പു നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ തിരിച്ച് കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ. വിറ്റമിനുകളും അപര്യാപ്തത രോഗങ്ങളും. വിറ്റമിൻ എ നിശാന്തത. വിറ്റമിൻ എ നിശാന്തത. വിറ്റമിൻ ബി ഗ്ലോസിറ്റസ് വായപ്പുണ്ണ്. വിറ്റമിൻ ബി ഗ്ലോസിറ്റിസ് വായപ്പുണ്ണ്. വിറ്റമിൻ സി മോണയിൽ നിന്നുള്ള രക്തസ്രാവം അഥവാ സ്കർവി. വിറ്റമിൻ സി സ്കർവി. വിറ്റമിൻ ഡി കണ. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള കുട്ടികൾക്ക് പകലും രാത്രിയും നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടാകില്ല. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറുണ്ടാവില്ല. ധാതുക്കളും അപര്യാപ്തത രോഗങ്ങളും. അയൺ അനീമിയ വിളർച്ച. അയൺ അനീമിയ വിളർച്ച. അയഡിൻ ഗോയിറ്റർ. അയഡിൻ ഗോയിറ്റ്. കാൽസ്യം ഓസ്റ്റിയോപെറോസിസ്. കാൽസ്യം ഓസ്റ്റിയോപെറോസിസ്. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപെറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപെറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. ഓസ്റ്റിയോപെറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. ഗോയിറ്റർ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിന്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് അയഡിൻ ആവശ്യമാണ്. അയഡിന്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് അയഡിൻ ആവശ്യമാണ്. നാരുകൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. നാരുകൾ പോഷക ഘടകമല്ല. എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യവസ്തുക്കളുടെ പുറംതള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് എന്നിവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന്
പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം 1600 മുതൽ 2000 കലോറി ഊർജം ആവശ്യമാണ്. 1600 മുതൽ 2000 കലോറിയാണ് ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് ആവശ്യമായ ഊർജം. ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം 1200 മുതൽ 1400 കലോറി ഊർജം ആവശ്യമാണ്. പുരുഷന് 1900 മുതൽ 2400 വരെ, സ്ത്രീക്ക് 1600 മുതൽ 2000 വരെ, മുതിർന്ന കുട്ടിക്ക് 1200 മുതൽ 1400 കലോറി ഊർജം ആവശ്യമാണ്. സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജം ലഭിക്കുന്നു. സ്കൂൾ ഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജം ലഭിക്കുന്നു. ഉറക്കം. രാത്രി ഉറങ്ങുമ്പോൾ ശരീരത്തിന് നല്ല വിശ്രമം ലഭിക്കുന്നു. ഈ സമയത്താണ് ശരീരകോശങ്ങൾ അവയുടെ കേടുപാടുകൾ തീർക്കുന്നത്. ഉറങ്ങുമ്പോൾ പേശികൾ നിശ്ചലാവസ്ഥയിലാണ്. ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും ദഹന പ്രവർത്തനങ്ങളും മന്ദഗതിയിലാവും. ശരീരത്തിലെ സങ്കീർണമായ പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രിയിൽ നാം ഉറങ്ങുമ്പോഴാണ്. അതിനാൽ രാത്രിയിലെ ഉറക്കനഷ്ടത്തിന് പകരമാവില്ല പകലത്തെ ഉറക്കം. ആവശ്യത്തിലധികം ഉറങ്ങുന്നതും നല്ലതല്ല. നിങ്ങളുടെ പ്രായത്തിൽ ഒരാൾ 7 മുതൽ 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. ശരിയായ ആരോഗ്യത്തിന് ആഹാരം പോലെ തന്നെ പ്രധാനമാണ് ഉറക്കവും വ്യായാമവും. ഉറക്കത്തിന്റെ രഹസ്യം. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന മെലാറ്റോണിന്റെ ഉൽപാദനം കൂടുതൽ രാത്രിയിലാണ്. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് മെലാറ്റോണിനാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി, ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിന്റെ ഫലമായാണ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പീനിയൽ ഗ്രന്ഥി ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രഭാതമാവുമ്പോൾ പ്രകാശത്തിന്റെ സാന്നിധ്യം മൂലം ഈ ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നു. അപ്പോഴാണ് നാം ഉണരുന്നത്. ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുവാനായി കാപ്പി, ചായ, കോള എന്നിവ. അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇവ കഴിക്കരുത്. ഭക്ഷണം, ഏകാഗ്രതയില്ലായ്മ, ഉന്മേഷക്കുറവ്, പെട്ടെന്നുള്ള ദേഷ്യം തുടങ്ങിയവ ഉറക്കമില്ലായ്മയുടെ ഫലമായി ഉണ്ടാകാം. പ്രമേഹം. 100 മില്ലിലിറ്റർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ 70 മുതൽ 100 മില്ലിഗ്രാം ആണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അഥവാ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയരുന്ന രോഗമാണ് പ്രമേഹം. രാവിലെ ആഹാരത്തിന് മുൻപ് രക്തത്തിലെ ഷുഗർ 170 ml ആണെങ്കിൽ ഇവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ: അമിത വിശപ്പ്, അമിതമായി മൂത്രമൊഴിക്കൽ, മുറിവുണങ്ങാൻ താമസം, അതിയായ ദാഹം, തളർച്ച. ഇൻസുലിനും പ്രമേഹവും. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ഫെഡറിക് ഹാൻഡിങ്ങും ജോൺ മക്ലോയിഡ് എന്നീ ശാസ്ത്രജ്ഞരാണ് 1921 ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. ഇത് കുട്ടികളിലാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ശരീരത്തിന് ആവശ്യമായ അത്ര അളവിൽ ഇല്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം. നാം സാധാരണയായി കണ്ടുവരുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവെക്കണം. എന്നാൽ ടൈപ്പ് 2 പ്രമേഹം ശരിയായ ജീവിതശൈലിയിലൂടെയും മരുന്നുകളിലൂടെയും നിയന്ത്രിക്കാം. ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. 1921 ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത്. ഫെഡറിക് ബാൻഡിങ്ങും ജോൺ മക്ലോയിഡുമാണ് ഇൻസുലിൻ കണ്ടെത്തിയത്. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവുമുണ്ട്. ടൈപ്പ് 1 ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന കുട്ടികൾക്ക് വരുന്ന രോഗമാണ്. എന്നാൽ ടൈപ്പ് 2 ജീവിതശൈലിയിലൂടെയും മരുന്നുകളിലൂടെയും നിയന്ത്രിക്കാനാവുന്നതാണ്. രക്തസമ്മർദ്ദം. രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. സിഗ്മോമാനോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം അളക്കുന്നത്. ഈ ഉപകരണത്തിൽ 120/80 ml റീഡിംഗ് കാണിക്കുന്നതാണ് സാധാരണ രക്തസമ്മർദ്ദ നിരക്ക്. പുകവലി, പൊണ്ണത്തടി, പൊട്ടാസ്യത്തിന്റെ കുറവ്, ഉപ്പിന്റെ അമിത ഉപയോഗം, പ്രായാധിക്യം എന്നിവ സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് വ്യതിയാനം വരുത്തുന്നതിന് ഇടയാക്കുന്നു. കൊളസ്ട്രോൾ. മൊത്തം കൊളസ്ട്രോൾ 200 ml താഴെയുള്ളതാണ് ശരിയായ അവസ്ഥ. കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ അതായത് HDL
ചീത്ത കൊളസ്ട്രോൾ, LDL എന്നിങ്ങനെ 2 തരമുണ്ട്. അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്നതാണ് ഹൃദയാഘാതത്തിന് കാരണമാകുന്നത്. ഇത് കരളിനെയും ദോഷകരമായി ബാധിക്കുന്നു. എന്നാൽ നല്ല കൊളസ്ട്രോൾ കൂടുന്നതിനനുസരിച്ച് ഹൃദയാഘാത സാധ്യത കുറയുന്നു. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു. അതുപോലെ മത്തി, അയല, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, വാൽനട്ട് തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളും നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുന്നു. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. കായിക പ്രജനനം ഒരു അലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. വിത്ത് മുളച്ചും തൈകൾ ഉണ്ടാകും. കായിക പ്രജനനത്തിന് ഉദാഹരണമാണ് വേരിൽ നിന്നുണ്ടാകുന്ന ശീമക്കൊന്ന, കാണ്ഡത്തിൽ നിന്ന് മുളയ്ക്കുന്ന മുരിങ്ങ, ഇലയിൽ നിന്ന് മുളയ്ക്കുന്ന ഇലമുളച്ചി, ഭൂകാണ്ഡത്തിൽ നിന്ന് മുളയ്ക്കുന്ന കാച്ചിൽ. ലൈംഗിക പ്രത്യുൽപാദനത്തിന് ഉദാഹരണമാണ് വിത്ത്. മുരിങ്ങയാണ് അതിന് എക്സാമ്പിൾ. മുരിങ്ങയിൽ വിത്ത് മുളച്ചും കമ്പ് മുറിച്ചു നട്ടും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നു. ഇതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന ഒരു സസ്യത്തിന്റെ ഉദാഹരണമാണ് ശീമക്കൊന്ന. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. പതിവയ്ക്കൽ 2 തരത്തിലുണ്ട്: വായുവിൽ പതിവയ്ക്കലും നാഗപതിവയ്ക്കലും. വായുവിൽ പതിവയ്ക്കലിന് ഉദാഹരണമാണ് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം എന്നിവ. വായുവിൽ പതിവയ്ക്കലിന് ഉദാഹരണമാണ് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം എന്നിവ. എന്നാൽ നാഗപതിവയ്ക്കലിന് ഉദാഹരണമാണ് ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില എന്നിവ. പതിവച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ: മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാവും. ചെടിയുടെ വലുപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ് വേരുപടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. വേരുമുളപ്പിക്കൽ ഇങ്ങനെയും: തണ്ട് ഉപയോഗിച്ചിട്ടുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേരുമുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന രീതി നിലവിലുണ്ട്. സസ്യ ഹോർമോണാണ് ആക്സിൻ. കമ്പൊട്ടിക്കൽ: ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വിഭാഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും വിളിക്കുന്നു. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളമൊട്ടിക്കൽ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളമൊട്ടിക്കൽ. വർഗസങ്കരണം: ഒരേ വിഭാഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇതിനെയാണ് സങ്കരയിനം വിത്തുകൾ എന്ന് പറയുന്നത്. ഒരേ വർഗത്തിൽപ്പെടുന്നതും വ്യത്യസ്ത ഗുണങ്ങളുമുള്ളതുമായ 2 ചെടികൾ ഗുണങ്ങളുമുള്ള 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന് പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. സസ്യങ്ങൾ സങ്കരയിനം വിത്തുകൾ: മുളക് ഉജ്ജ്വല ജ്വാലാമുഖി, പയർ ജ്യോതിക ഭാഗ്യലക്ഷ്മി, നെല്ല് പവിത്ര അന്നപൂർണ, തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര, വെണ്ട സൽകീർത്തി കിരൺ. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ: കേരള കാർഷിക സർവകലാശാല, KU, മണ്ണുത്തി, തൃശൂർ.
കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI ശ്രീകാര്യം തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRII കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI കാസർഗോഡ്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കു കിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളാണ്. മഗ്സസെ, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം 1925 ജനിച്ചു. 2023 അന്തരിച്ചു. ജൈവവളങ്ങൾ ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. കൂടുതൽ അളവിൽ വേണ്ടിവരും. മണ്ണിന് ദോഷകരമല്ല. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. രാസവളങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നു. കുറഞ്ഞ അളവിൽ മതി. അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കും. ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നൽകാം. സൂക്ഷ്മജീവികളെ പ്രയോജനപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പൈറിലം എന്നീ ജീവാണു വളങ്ങളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പട്ടുനൂൽപ്പുഴു വളർത്തൽ സെറികൾച്ചർ. പട്ടുനൂൽപ്പുഴു വളർത്തൽ സെറികൾച്ചർ. പുഷ്പകൃഷി ഫ്ലോറികൾച്ചർ. പുഷ്പകൃഷി ഫ്ലോറികൾച്ചർ. തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ. തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ. മുയൽ വളർത്തൽ ക്യൂണികൾച്ചർ. മുയൽ വളർത്തൽ ക്യൂണികൾച്ചർ. കൂൺ കൃഷി മഷ്റൂം കൾച്ചർ. കൂൺ കൃഷി മഷ്റൂം കൾച്ചർ. കോഴിക്കൃഷി പൗൾട്രി ഫാമിംഗ്. കോഴിക്കൃഷി പൗൾട്രി ഫാമിംഗ്. കന്നുകാലി വളർത്തൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. കന്നുകാലി വളർത്തൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. കൃഷി മത്സ്യകൃഷി പിസികൾച്ചർ. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. കാർബൺ മോണോക്സൈഡ് കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിലെത്തുമ്പോൾ തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാകുന്നു. സൾഫർ ഡയോക്സൈഡ് ഹൃദയ സംബന്ധമായ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നു. നൈട്രജൻ ഡയോക്സൈഡ് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ ശ്വസനത്തിലൂടെ ഉള്ളിലെത്തുകയും തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിൽ, അലർജി, ആസ്മ, ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്കും കാരണമാകുന്നു. ഡയോക്സിനുകൾ ക്യാൻസർ ഉണ്ടാക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കും കാരണമാകുന്നു. അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ, 21% ഓക്സിജൻ, 0.96% മറ്റുള്ളവ, 0.04% കാർബൺ ഡയോക്സൈഡ് എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. ഭൂമിയുടെ ആകെ ജലത്തിന്റെ 97% സമുദ്രജലമാണ്. വെറും 3% മാത്രമാണ് ശുദ്ധജലം, അതായത് ഉപ്പ് കലരാത്ത ജലം. ശുദ്ധജലത്തിന്റെ ഏകദേശം 69% മഞ്ഞുപാളികളായിട്ടാണ്. ശുദ്ധജലത്തിന്റെ 69% മഞ്ഞുപാളികളായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ബാക്കി വരുന്ന 30% ഭൂഗർഭജലമാണ്. ആകെ ശുദ്ധജലത്തിന്റെ 0.3% മാത്രമാണ് നമ്മളുടെ കായലുകളിലും നദികളിലും കുളത്തിലും ഉള്ളത്. അതായത് ആകെയുള്ള ജലത്തിന്റെ 3% ശുദ്ധജലവും ആ 3%ത്തിന്റെ 0.3%മാണ് നമുക്ക് ഉപയോഗിക്കാൻ ലഭ്യമാകുന്നത്. ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു. നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇവ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങളാണ് ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്ന് ഇരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു. ഇതുമൂലം ജലത്തിലെ മറ്റ് സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ജലാശയത്തിൽ നിലനിന്നിരുന്ന ആവാസ വ്യവസ്ഥ തകിടം മറിയുകയും ചെയ്യുന്നു. ശർക്കരയിൽ സിന്തറ്റിക് ഡൈ ആയിട്ടുള്ള റോഡോമിൻ B കലർത്തി ശർക്കരയെ മായമുള്ളതാക്കി മാറ്റി. ഇത് ക്യാൻസറിന് പോലും കാരണമാകുന്നുണ്ട്. സോ ശർക്കരയിൽ മായമായിട്ട് ചേർക്കുന്നത് റോഡോമിൻ B ആണ്. ഇതൊരു സിന്തറ്റിക് ഡൈ ആണ്. പാല് കേടാകാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. 70 ഡിഗ്രി സെൽഷ്യസിൽ
30 സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു. 70 ഡിഗ്രി സെൽഷ്യസിൽ പാല് 30 സെക്കൻഡ് വരെ ചൂടാക്കിയ ശേഷം അത് പെട്ടെന്ന് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ത്തുന്നു. പെട്ടെന്നുള്ള ഈ താപവ്യതിയാനം മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. ഈ രീതി ആവിഷ്കരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്ചർ. അതുകൊണ്ടാണ് ഈ രീതിക്ക് പാസ്ചറൈസേഷൻ എന്ന് പേര് ലഭിച്ചത്. വൈന്, പഴച്ചാറുകൾ എന്നിവയും പാസ്ചറൈസേഷൻ നടത്തി സൂക്ഷിക്കാറുണ്ട്. ലൂയി പാസ്ചർ ജനിച്ചത് 1822 ലൂയി പാസ്ചർ ജനിച്ചത് 1822, മരണം 1895. ഐസ് നിർമ്മിക്കുമ്പോൾ വെള്ളം വേഗം ഘനീഭവിക്കുന്നതിനും അലിഞ്ഞു പോവാതിരിക്കുവാനും താഴ്ന്ന താപനില അനുഭവിക്കുന്നതിനു വേണ്ടി അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ചേർക്കാറുണ്ട്. അമോണിയം ക്ലോറൈഡ് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. അതിനാൽ പാകം ചെയ്യുന്നതിന് മുൻപ് ധാരാളം വെള്ളം ഉപയോഗിച്ച് മത്സ്യം കഴുകേണ്ടതുണ്ട്. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ സത്യഭാമ ദാസ് ബിജു. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ സത്യഭാമ ദാസ് ബിജു. ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ നിരവധി പുതിയ തവള ഇനങ്ങളെ അദ്ദേഹം കണ്ടെത്തി. വിവിധ ആവാസങ്ങളിലുള്ള തവളകളെക്കുറിച്ച് അദ്ദേഹം ഗവേഷണം നടത്തുകയും അവ പരിസ്ഥിതിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു. മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനം. അമീബ ഒരു ഏകകോശ ജീവിയാണ്. ഹൈഡ്ര ഒരു ബഹുകോശ ജീവിയാണ്. അമീബ ഏകകോശ ജീവി, ഹൈഡ്ര ബഹുകോശ ജീവി. അമീബ ആഹാരവസ്തുവിനടുത്ത് കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരത്തെ കോശത്തിനുള്ളിലാക്കുന്നു. ആഹാരം ഫുഡ് വാക്യൂളിനുള്ളിൽ എൻസൈമുകൾ ആഹാരത്തെ ദഹിപ്പിക്കുന്നു. അവശിഷ്ടങ്ങൾ കോശോപരിതലത്തിലൂടെ പുറന്തള്ളുന്നു. ഹൈഡ്ര ടെന്റക്കിളുടെ സഹായത്തിൽ ഇരയെ മരവിപ്പിച്ച് വായയ്ക്കുള്ളിലാക്കുകയും ശരീര അറകളിൽ എത്തിക്കുകയും ചെയ്യുന്നു. ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ശരീരത്തിന്റെ അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. കോശത്തിനുള്ളിലെത്തുന്ന ഭാഗികമായി ദഹിച്ച ഘടകമാണ് ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ പൂർണ്ണമായും ദഹിപ്പിക്കുന്നത്. അവശിഷ്ടങ്ങൾ വായിലൂടെ പുറന്തള്ളുന്നു. സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായിട്ട് ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. 2 രീതിയിലാണ് ദഹനം നടക്കുന്നത്: യാന്ത്രിക ദഹനവും രാസിക ദഹനവും. ആഹാരത്തെ ചെറുകണികകളാക്കി മാറ്റുന്നു. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെ ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചത്തിലൂടെയുമാണ് യാന്ത്രിക ദഹനം സംഭവിക്കുന്നത്. രാസിക ദഹനം ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളായിട്ട് മാറുന്നു. വിശ്രമിക്കുമ്പോഴും പശുക്കൾ തുടർച്ചയായിട്ട് ചവയ്ക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവയുടെ ആമാശയത്തിന് 4 അറകളുണ്ട്: റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപമാസം എന്നിവയാണവ. പശുക്കളുടെ ആമാശയത്തിലെ 4 അറകളാണ് റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപമാസം. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപമാസം. ആഹാരത്തിലെ സെല്ലുലോസ്, സെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു. റൂമനിൽ താൽക്കാലികമായി സംഭരിക്കുന്ന ഈ ആഹാരം തിരികെ വായിൽ എത്തി വീണ്ടും ചവച്ചരയ്ക്കുന്നതോടെ ദഹനപ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാകുന്നു. പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കുവാനും ചവച്ചരയ്ക്കുവാനും സഹായിക്കുന്നു. ചവച്ചരയ്ക്കൽ പ്രക്രിയയെ നാക്ക്, ഉമിനീർ എന്നിവയും സഹായിക്കുന്നു. വിവിധ തരം പല്ലുകളും അവയുടെ ധർമ്മവും പല്ലിന്റെ ഘടനയുമാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്. പല്ലിന്റെ പുറം കവചമാണ്. ഇത് നിർജീവമാണ്. ഇനാമൽ നിർജീവമാണ്. ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്. പല്ലിലല്ല, മനുഷ്യ ശരീരത്തിലെ. ഡെന്റൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. പൾപ്പ് ക്യാവിറ്റി പല്ലിന് ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് എന്ന മൃദുവായ യോജക കല ഇതിൽ കാണപ്പെടുന്നുണ്ട്. രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. ആമാശയം ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു.
ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേക തരം വലയപേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നു. ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നു. ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായിട്ട് കലർത്തുന്നതിനും സഹായിക്കുന്നു. ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുകയും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിന് സഹായിക്കുന്നു. അണ്ണാക്ക് ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. നാക്കിന്റെ പിൻഭാഗം ആഹാരത്തിന്റെ എപ്പിഗ്ലോട്ടിസിന് മുകളിലായിട്ട് അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. ശ്വാസനാളം മുകളിലേക്കുയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. വായ ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസിന്റെ സഹായത്തോടെ അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നു. അന്നനാളം പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്നു. കരള് പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു. പിത്തരസത്തിൽ എൻസൈമുകളില്ല. ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. ആമാശയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു, pH ക്രമീകരിക്കുന്നു. എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ലിപേസുകൾ കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം ആഹാര ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ലിപേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. ചെറുകുടൽ കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റുകൾ സങ്കീർണ്ണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കുന്നു. പ്രോട്ടിയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കുന്നു. ലഘു പോഷക ഘടകങ്ങൾ, ജലം, വിറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. വൻകുടല് ദഹനവിധേയമാകാത്ത ആഹാരപദാർത്ഥങ്ങൾ ഇവിടെ എത്തുന്നു. അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്ത് വൻകുടലിൽ വെച്ചാണ് ഇവിടെയുള്ള ചില ബാക്ടീരിയകൾ വിറ്റമിൻ കെ, ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. ദഹന അവശിഷ്ടങ്ങൾ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറംതള്ളുന്നു. 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ. 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്റർ വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതുമായിട്ടുള്ള പേശി നിർമ്മിതവുമാണ് ചെറുകുടല്. ഇതിന്റെ ആദ്യ ഭാഗമാണ് പക്വാശയം. ചെറുകുടലിന്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും ഏറെ സഹായകരമാണ്. ഉൾഭിത്തിയിലുടനീളം വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇവയാണ് വില്ലസുകൾ. ഇവ ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. വില്ലസ് ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങളാണ്. പോഷകാഗിരണത്തിനുള്ള പ്രാഥമിക പ്രതലം. രക്തലോമികകൾ ഒരു ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികകളെ രൂപപ്പെടുത്തുന്നു. ലോമികകൾ കൂടിച്ചേർന്ന് സിരയായിട്ട് പുറത്തുപോകുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു. ലാക്റ്റിയല് ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്റ്റിയല്. ഇതിലെ ലിംഫിലേക്ക് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു. രക്തത്തിൽ 55% പ്ലാസ്മയാണ്. ഈ പ്ലാസ്മയിൽ ജലം, പ്രോട്ടീനുകളായ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ കാണപ്പെടുന്നു. 45% രക്തകോശങ്ങളാണ്. അതിൽ ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റ് എന്നിവ കാണപ്പെടുന്നു. രക്തം കട്ടപിടിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ടിഷ്യൂ ദ്രവം ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമികാഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ
രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം. കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമികാഭിത്തിയിലെ ചെറുസുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം. കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. ലിംഫ്. ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ലിംഫ് ലോമികകളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ലിംഫ്. ലിംഫിലൂടെയാണ് കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നു. ലിംഫ് വ്യവസ്ഥ. ലിംഫ്, ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലിൻ, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ. ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിൽ രക്തകോശങ്ങളോ വലിയ പ്രോട്ടീനുകളോ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. ലിംഫ്, ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലീൻ, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവയാണ് ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത്. ധമനി. കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന ധമനിയാണ്. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്. കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തിയാണ് ധമനിക്ക്. ലോമിക. ഒറ്റനിര കോശങ്ങൾ മാത്രമാണ് ലോമികയ്ക്കുള്ളത്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്. സിര. കട്ടി കുറഞ്ഞ ഭിത്തി. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. വാൽവുകൾ കാണപ്പെടുന്നു. സിരയിൽ വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നത് സിരയും ഹൃദയത്തിൽ നിന്ന് അവയവങ്ങളിലേക്ക് വഹിക്കുന്നത് ധമനിയുമാണ്. സിരയിൽ വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. പോർട്ടൽ സിരകൾ. ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിന് ഒരു ഉദാഹരണമാണ്. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ സിരയാണ്. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്ഥലമാണ് പെരികാർഡിയം. ഈ സ്ഥലങ്ങൾക്കിടയിൽ പെരികാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുവാനും സഹായിക്കുന്നു. കാർഡിയാക് സൈക്കിളാണ് ജോയിന്റ് ഡയസ്റ്റോളിൽ നിന്ന് ഏട്രിയൽ സിസ്റ്റോളിലേക്ക്, അതിൽ നിന്ന് വെൻട്രിക്കുലർ സിസ്റ്റോളിലേക്ക്, വീണ്ടും ജോയിന്റ് ഡയസ്റ്റോളിലേക്ക്. ഇങ്ങനെയാണ് കാർഡിയാക് സൈക്കിൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാവാൻ വേണ്ടിയിട്ട് 0.8 സെക്കൻഡാണ് എടുക്കുന്നത്. അതായത് ഒരു ഹൃദയസ്പന്ദനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹൃദയപേശികളുടെ താളാത്മകമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. ഹൃദയ അറകളുടെ സങ്കോചത്തിനാവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ എസ്എ നോഡാണ്. ഹൃദയ അറകളുടെ സങ്കോച ആവശ്യത്തിനായിട്ട് വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ എസ്എ നോഡാണ്. ഇതാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. സിസ്റ്റോള്. ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലി രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം 120. രക്തസമ്മർദ്ദത്തിന്റെ പേര് സിസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് പ്രഷർ 120. ഡയസ്റ്റോള്. ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ ഏകദേശം 70 മില്ലി രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഡയസ്റ്റോളിക് പ്രഷർ 80. സിസ്റ്റോള് 120, ഡയസ്റ്റോള് 80. സിസ്റ്റോൾ എന്ന് പറയുന്നത് ഹൃദയം സങ്കോചിക്കുമ്പോഴാണ്. ഡയസ്റ്റോള് ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ. ഈ രണ്ട് മർദ്ദങ്ങളും ചേർന്നതാണ് ഒരാളുടെ രക്തസമ്മർദ്ദം. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദം 120/80 ആണ്. രക്തസമ്മർദ്ദത്തിന്റെ ഈ അളവിൽ നിന്ന് കൂടിയാൽ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്നും കുറഞ്ഞാൽ അതിനെ ഹൈപ്പോ ടെൻഷൻ എന്നുമാണ് പറയുന്നത്. പൾമണറി പര്യനം, ശ്വാസകോശ സിര, ശ്വാസകോശ ധമനി, ശ്വാസകോശം എന്നിവ അടങ്ങുന്നതാണ് പൾമണറി പര്യനം.
സിസ്റ്റമിക് പര്യനം മഹാധമനി, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഊർധ്വമഹാസിര, അധോമഹാസിര എന്നിവ അടങ്ങിയതാണ് സിസ്റ്റമിക് പര്യനത്തിലാണ് മഹാധമനി, ഊർധ്വമഹാസിര, മഹാസിര എന്നിവ വരുന്നത്. പൾമണറി പര്യനത്തിലാണ് ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട ശ്വാസകോശ ധമനിയും ശ്വാസകോശ സിരയും എല്ലാം വരുന്നത്. സിസ്റ്റമിക് പര്യനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത്തെ ഏട്രിയത്തിലും, പൾമണറി പര്യനം വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിലും അവസാനിക്കുന്നു. സിസ്റ്റമിക് പര്യനം ആരംഭിക്കുന്നത് ഇടത്തെ വെൻട്രിക്കിളിലാണ്, അവസാനിക്കുന്നത് വലത്തെ ഏട്രിയത്തിലും. പൾമണറി പര്യനം ആരംഭിക്കുന്നത് വലത്ത് വെൻട്രിക്കിളിൽ നിന്നും ആരംഭിച്ച് ഇടത് ഏട്രിയത്തിൽ. സിസ്റ്റമിക് പര്യനം ആരംഭിക്കുന്നത് ഇടത്തെ വെൻട്രിക്കിളിൽ നിന്നാണെങ്കിൽ പൾമണറി പര്യനം ആരംഭിക്കുന്നത് വലത്തെ വെൻട്രിക്കിളിൽ നിന്നാണ്. രണ്ടും ആരംഭിക്കുന്നത് വെൻട്രിക്കിളിൽ നിന്നാണ്. സിസ്റ്റമിക് പര്യനം അത് ആരംഭിക്കുന്നത് ഇടത്തെ വെൻട്രിക്കിളിൽ നിന്നും, പൾമണറി പര്യനം ആരംഭിക്കുന്നത് വലത്തെ വെൻട്രിക്കിളിൽ നിന്നുമാണ്. രക്തപര്യനത്തിൽ ഒരേ രക്തം 2 പ്രാവശ്യം ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ രക്തപര്യനം ദ്വിപര്യനം എന്ന് അറിയപ്പെടുന്നു. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് ധമനിഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഇത് അതിറോസ്ക്ലിറോസിസ് എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് കൊറോണറി ധമനികളിൽ രക്തം കട്ടപിടിച്ച് കൊറോണറി ത്രോംബോസിസ് എന്ന അവസ്ഥ ഉണ്ടാക്കുകയും അത് ഹൃദയാഘാതത്തിന് കാരണമാകുകയും ചെയ്തേക്കാം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതും സ്ട്രോക്കിന് കാരണമാകുന്നു. ജീവലോകത്തെ ചലനങ്ങൾ. സൂക്ഷ്മജീവികൾ. ബാക്ടീരിയയിലെ ഫ്ലജല്ലം, അമീബയിലെ കപടപാദം, പാരമീസിയത്തിലെ സീലിയ എന്നിവ ഉപയോഗിച്ചുള്ള ചലനങ്ങൾ സൂക്ഷ്മജീവികളിലെ വൈവിധ്യമാർന്ന ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. ബാക്ടീരിയയിലെ ഫ്ലജല്ലം, അമീബയിലെ കപടപാദം, പാരമീസിയത്തിലെ സിലിയ. ജന്തുക്കളിൽ ചലനം എന്നത് ശരീരഭാഗത്തിനോ ചുറ്റുപാടിനോ അപേക്ഷിച്ച് ശരീരത്തിനോ ഉണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്. പുംബീജത്തിലെ ചലനം പെരിസ്റ്റാൾസിസ്, ഹൃദയമിടിപ്പ്, രക്തപര്യനം, നടത്തം, ഓട്ടം, ചാട്ടം എന്നിവ ഉദാഹരണങ്ങളാണ്. സസ്യങ്ങൾ സഞ്ചരിക്കുന്നില്ലെങ്കിലും സസ്യങ്ങളിലും വളർച്ചയുടെ ഭാഗമായും അല്ലാതെയും വിവിധ തരത്തിലുള്ള ചലനങ്ങളുണ്ട്. വിത്തുമുളയ്ക്കൽ, ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് സസ്യഭാഗങ്ങൾക്കുണ്ടാകുന്ന മാറ്റം എന്നിവ സസ്യചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പൊതുവായ ചലനങ്ങൾ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നീ പ്രക്രിയകൾ വഴി പദാർത്ഥ കണികകളുടെ സഞ്ചാരം, വാതക സംവഹനം, പോഷക സംവഹനം, മാലിന്യങ്ങളുടെ പുറന്തള്ളൽ എന്നിവയും എല്ലാ ജീവികളിലും പൊതുവായി കാണുന്ന ചലനങ്ങളാണ്. ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ശരീരചലനത്തിന് കാരണമാകുന്ന സവിശേഷ കലകളാണ് പേശികൾ. ശരീരത്തിൽ വിവിധ തരത്തിലുള്ള പേശികളുണ്ട്. ഇവ പേശീകോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പേശീകോശങ്ങളിൽ മർമ്മവും മിക്ക കോശങ്ങളും കാണപ്പെടുന്നു. പേശീകോശങ്ങളിൽ മർമ്മവും മിക്ക കോശാംഗങ്ങളും കാണപ്പെടുന്നു. എന്നാൽ മറ്റു കോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആക്റ്റിൻ, മയോസിൻ എന്നിങ്ങനെ അതിസൂക്ഷ്മങ്ങളായ പ്രോട്ടീൻ തന്തുക്കൾ ഇവയിൽ കൂടുതലാണ്. ആക്റ്റിൻ, മയോസിൻ എന്നീ സൂക്ഷ്മങ്ങളായ പ്രോട്ടീൻ തന്തുക്കൾ കൂടുതലാണ്. ഈ തന്തുക്കളുടെ പ്രവർത്തനം മൂലം പേശികൾ സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. പേശീക്ലമം. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പേശികൾക്ക് തുടർച്ചയായി പ്രവർത്തിക്കേണ്ടി വരും. ഇതിന് ഏറെ ഊർജം ആവശ്യമാണ്. പേശീകോശങ്ങളിൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കോശശ്വസനം നടന്ന് ATP രൂപപ്പെടുന്നു. ATP തന്മാത്രകളിൽ നിന്ന് ഊർജം സ്വീകരിച്ചാണ് പേശികൾ പ്രവർത്തിക്കുന്നത്. അസ്ഥിപേശികൾക്ക് തുടർച്ചയായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കുവാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് പേശീക്ലമം എന്ന് പറയുന്നത്. അസ്ഥിയുടെ ഘടന. അസ്ഥികൾ മനുഷ്യ ശരീരത്തിന്റെ 18 ഭാഗം വരും. അസ്ഥികൾ മനുഷ്യ ശരീരത്തിന്റെ 18% വരും. ശരീരത്തിന് ഘടനയും താങ്ങും സംരക്ഷണവും നൽകുന്നത് അസ്ഥികളാണ്. ഓരോ അസ്ഥിയെയും പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ് പെരിഓസ്റ്റിയം.
അസ്ഥികളിൽ രക്തക്കുഴലുകളും നാഡികളും ലിംഫ് വാഹികളും കാണപ്പെടുന്നു. അസ്ഥികളിൽ രക്തക്കുഴലുകളും നാഡികളും ലിംഫ് വാഹികളും കാണപ്പെടുന്നു. കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻ, ലവണങ്ങൾ എന്നിവ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നു. കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻ, ലവണങ്ങൾ എന്നിവ അസ്ഥികളുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ്. തരുണാസ്ഥി. അസ്ഥികളേക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമായ യോജക കലയാണ് തരുണാസ്ഥി. അസ്ഥികളേക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമായ യോജക കലയാണ് തരുണാസ്ഥി. കൈമുട്ടുകൾ, കാൽമുട്ടുകൾ, കണങ്കാലുകൾ എന്നിവയിലും വാരിയെല്ലുകളുടെ അഗ്രങ്ങളിലും നട്ടെല്ലിലെ കശേരുകൾക്കുമിടയിൽ, ചെവിക്കുടയിലും മൂക്കിന്റെ അഗ്രഭാഗത്തും ശ്വാസനാളത്തിലും ഇവ കാണപ്പെടുന്നു. തരുണാസ്ഥികൾ കാണപ്പെടുന്നത് കാൽമുട്ടുകൾ, കൈമുട്ട്, കണങ്കാല്, വാരിയെല്ലുകളുടെ അഗ്രഭാഗത്ത്, നട്ടെല്ലിന്റെ കശേരുകൾക്കിടയിൽ, ചെവിക്കുടയിൽ, മൂക്കിന്റെ അഗ്രഭാഗത്ത്, ശ്വാസനാളത്തിലുമാണ്. തരുണാസ്ഥി. അസ്ഥികളുടെ അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന തരുണാസ്ഥി അസ്ഥിസന്ധികളിലെ ഘർഷണം കുറയ്ക്കുന്നു. ഇവയിൽ രക്തക്കുഴലുകളോ നാഡികളോ ഇല്ല. രക്തക്കുഴലുകളുടെ അഭാവം മൂലം തരുണാസ്ഥി ഇതര കലകളേക്കാൾ സാവധാനത്തിലാണ് വളരുന്നത്. രക്തക്കുഴലുകളുടെ അഭാവം മൂലം തരുണാസ്ഥി ഇതര കലകളേക്കാൾ സാവധാനത്തിലാണ് വളരുന്നത്. ചട്ടക്കൂടിലെ വൈവിധ്യം. ഹൈഡ്രോസ്കെലിട്ടൺ. മണ്ണിരയുടെ ശരീരത്തിനുള്ളിൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകളുണ്ട്. ശരീരാകൃതി നിലനിർത്തുന്നതിനും സഞ്ചാരത്തിനും ജലമാണ് ഇവിടത്തെ ഉപാധി. ഈ സംവിധാനം പൊതുവെ ഹൈഡ്രോസ്കെലിട്ടൺ എന്നറിയപ്പെടുന്നു. ഹൈഡ്ര, ഒച്ച് എന്നിവയിലും ഹൈഡ്രോസ്കെലിട്ടൺ ചലനത്തിന് സഹായിക്കുന്നു. ബാഹ്യ അസ്ഥികൂടം. ഞണ്ട്, കക്ക, ചിപ്പി എന്നീ ജന്തുക്കളിൽ കാണപ്പെടുന്ന കാൽസ്യം കാർബണേറ്റ് മുഖ്യ ഘടകമായ കാഠിന്യമുള്ള പുറംതോടും പുൽച്ചാടി, പാറ്റ എന്നിവയിലെ കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബാഹ്യ ആവരണവും ബാഹ്യ അസ്ഥികൂടമാണ്. ഇവ പേശികളെ ഉചിത സ്ഥാനങ്ങളിൽ ബന്ധിപ്പിച്ച് ചലനത്തിനും സഞ്ചാരത്തിനും ശരീര സംരക്ഷണത്തിനും സഹായിക്കുന്നു. ബാഹ്യ അസ്ഥികൂടം ഞണ്ട്, കക്ക, ചിപ്പി. ആന്തരാസ്ഥികൂടം. മനുഷ്യനുൾപ്പെടെ നട്ടെല്ലുള്ള ജീവികളിൽ തരുണാസ്ഥി, അസ്ഥി എന്നിവ കൊണ്ടുള്ള ചട്ടക്കൂടാണുള്ളത്. ശരീരത്തിന് ആകൃതി നൽകുകയും അവയവങ്ങളെ സംരക്ഷിക്കുകയും ചലനത്തിനും സഞ്ചാരത്തിനും സഹായിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനം ആന്തരാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. രണ്ട് അസ്ഥികളെയും ബന്ധിപ്പിച്ച് ലിഗമെന്റുകൾ കാണപ്പെടുന്നു. രണ്ട് അസ്ഥികളെ ബന്ധിപ്പിക്കുന്നത് ലിഗമെന്റുകളാണ്. ഇതിനുള്ളിലായി കാണപ്പെടുന്ന ക്യാപ്സ്യൂള് അസ്ഥികളുടെ സുഗമമായ ചലനത്തിന് സഹായിക്കുന്നു. ഓരോ അസ്ഥിയുടെയും അഗ്രഭാഗത്തെ പൊതിഞ്ഞ് തരുണാസ്ഥി കാണപ്പെടുന്നു. ഓരോ അസ്ഥിയുടെയും അഗ്രഭാഗത്തെ പൊതിഞ്ഞ് തരുണാസ്ഥി കാണപ്പെടുന്നു. ഇത് അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു. അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നത് തരുണാസ്ഥിയും അസ്ഥികളുടെ സുഗമമായ ചലനത്തിന് സഹായിക്കുന്നത് ലിഗ്മെന്റുകളിലെ ക്യാപ്സ്യൂളുമാണ്. സന്ധികളിൽ രണ്ട് അസ്ഥികൾക്കിടയിൽ കാണുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. സന്ധിയിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. ഇതും അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു. സൈനോവിയൽ ദ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരത്തിലെ സൈനോവിയൽ കോശങ്ങളാണ്. കുട്ടിക്കാലത്തിലെയും കൗമാരത്തിലെയും വളർച്ച അസ്ഥിവ്യവസ്ഥയുടെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അസ്ഥികളിൽ കാൽസ്യം എത്തിച്ചേരേണ്ടത് അസ്ഥികളുടെ കാഠിന്യവും ശക്തിയും ഉറപ്പുവരുത്താൻ അത്യാവശ്യമാണ്. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളായ പാല്, പാലുൽപ്പന്നങ്ങൾ, സസ്യങ്ങൾ, ഇലക്കറികൾ എന്നിവ ധാരാളം കഴിക്കേണ്ടതുണ്ട്. കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് വിറ്റമിൻ ഡി ആവശ്യമാണ്. ത്വക്കിൽ സ്വാഭാവികമായി വിറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സൂര്യപ്രകാശമേൽക്കുന്നതിന് ഏൽക്കേണ്ടതുണ്ട്. മുട്ട, കൊഴുപ്പുള്ള മത്സ്യം എന്നിവയിൽ വിറ്റമിൻ ഡിയുടെ നല്ല ഉറവിടങ്ങളാണ്. അസ്ഥിവികാസത്തിന് പ്രോട്ടീൻ അത്യാവശ്യമായതിനാൽ ഇറച്ചി, ബീൻസ്, പയർ തുടങ്ങിയ ആഹാരം സമൃദ്ധമായി കഴിക്കേണ്ടതുണ്ട്. പ്രായമാകുന്നതോടെ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നത് എല്ലുകളെ കൂടുതൽ ദുർബലമാക്കുകയും ഒടിവുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അസ്ഥികളുടെ ശോഷണം തടയുന്നതിന് പോഷകാഹാരങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. വൈറ്റൽ കപ്പാസിറ്റി. ഗാഢമായ ഉച്ഛ്വാസത്തിനു ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വായുവിന്റെ ആകെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയാവുന്ന പരമാവധി വായുവിന്റെ അളവാണിത്. വ്യക്തിയുടെ ശ്വസനാരോഗ്യത്തിന്റെ അളവുകൂടിയാണിത്.
ഈ അളവ് പുരുഷനിൽ ഏകദേശം 4.5 ലിറ്ററും സ്ത്രീകളിൽ 3 ലിറ്ററുമാണ്. പുരുഷന്റെ വൈറ്റൽ കപ്പാസിറ്റി 4.5 ലിറ്ററും സ്ത്രീയുടെ വൈറ്റൽ കപ്പാസിറ്റി 3 ലിറ്ററുമാണ്. ഓസ്റ്റിയോപൊറോസിസ് അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥിയുടെ കാഠിന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. പ്രോട്ടീൻ, കാൽസ്യം, വിറ്റമിൻ ഡി എന്നിവയുടെ അഭാവം ഈ രോഗത്തിനിടയാക്കുന്നു. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന വ്യവസ്ഥയിൽ ചിലത് തരുണാസ്ഥിയെയും സൈനോവിയൽ സ്തരത്തെയും നശിപ്പിച്ചേക്കാം. ഇത് സന്ധികളിൽ അസഹ്യമായ വേദനയും നീർവീക്കവും ഉണ്ടാക്കുന്നു. ഈ വൈകല്യം പുരുഷന്മാരേക്കാൾ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. പേശീക്ഷയം പല കാരണങ്ങൾ കൊണ്ട് പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണിത്. പേശികൾ ദുർബലമാകുന്നു. സാധാരണയായി ആൺകുട്ടികളിലാണ് പേശീക്ഷയം കാണപ്പെടുന്നത്. ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇതിന് കാരണം. ഉളുക്ക് സന്ധികളിലെ അസ്ഥികളെ നശിപ്പിക്കുന്ന ലിഗമെന്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്തുണ്ടാകുന്ന പരിക്കാണ് ഉളുക്ക്. ലിഗമെന്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നത്. ഇത് സാധാരണയായിട്ട് കണങ്കാല്, കൈത്തണ്ട, കാൽമുട്ടുകൾ തുടങ്ങിയവയിലെ സന്ധികളെ ബാധിക്കുന്നു. വേദന, വീക്കം, ചതവ്, സന്ധി ചലിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഉളുക്കിന്റെ ലക്ഷണങ്ങൾ. ഡിസ്ക് തെറ്റൽ ശരീരത്തിന് താങ്ങു നൽകുന്നതോടൊപ്പം സുഷുമ്നയ്ക്ക് സംരക്ഷണവും നൽകുന്ന ഭാഗമാണ് നട്ടെല്ല്. നട്ടെല്ലിലുള്ള ഓരോ അസ്ഥിയെയും കശേരു എന്ന് വിളിക്കുന്നു. രണ്ട് കശേരുകൾക്കിടയിൽ ജെല്ലുകൾ പോലുള്ള വസ്തു നിറഞ്ഞ ഇന്റർവെർട്ടിബിൾ ഡിസ്ക് എന്ന സവിശേഷ ഭാഗം കാണപ്പെടുന്നു. ഇവ നട്ടെല്ലിന് വഴക്കം നൽകുന്നതോടൊപ്പം ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. കുനിയുക, നിവരുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മെ പര്യാപ്തമാക്കുന്നത് ഇന്റർവെർട്ടിബിൾ ഡിസ്കിന്റെ സാന്നിധ്യമാണ്. ശരീരത്തെ നട്ടെല്ലിനു നീളം തുല്യമായി വിതരണം ചെയ്യുന്നതും ഈ ഡിസ്കുകളാണ്. കശേരുക്കളുടെ തേയ്മാനം, പെട്ടെന്നുള്ള ആഘാതം, നട്ടെല്ലിന് ആവർത്തിച്ചുണ്ടാകുന്ന ആയാസം എന്നിവ മൂലം ഇന്റർവെർട്ടിബിൾ ഡിസ്കിന്റെ ഉൾഭാഗത്തെ ജെല്ല് പോലുള്ള ഭാഗം പുറമേക്ക് തള്ളാനിടയാവുന്നു. ഈ അവസ്ഥയാണ് ഡിസ്ക് തെറ്റൽ. ഈ തള്ളൽ സുഷുമ്നാ നാഡികളിൽ സമ്മർദ്ദം ചെലുത്തുന്നതോടെ ശരീരഭാഗങ്ങളിൽ വേദനയും മരവിപ്പും ഉണ്ടാകുന്നു. ഇത് ഗുരുതരമായാൽ കഠിനമായ നടുവേദന, കാലുകളിൽ ബലക്കുറവ്, സംവേദനക്ഷമത നഷ്ടപ്പെടൽ എന്നിവയ്ക്കും കാരണമാകും. അടിയന്തരമായി വൈദ്യസഹായം ആവശ്യമുള്ള സാഹചര്യമാണിത്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഒടിവുകൾ, സ്ഥാനഭ്രംശങ്ങൾ, മുഴകൾ, അസ്ഥികളെ ബാധിക്കുന്ന മറ്റ് തകരാറുകൾ എന്നിവയുടെ കൃത്യമായ നിർണയത്തിന് എക്സ്റേ സാങ്കേതിക വിദ്യയാണ് ഏറെ കാലമായിട്ട് ഉപയോഗിക്കുന്നത്. അൾട്രാസൗണ്ട് സ്കാന്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്നിവ വിവിധ രോഗനിർണയത്തിനുള്ള ആധുനിക സാങ്കേതിക വിദ്യകളാണ്. ഈ മേഖല മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നറിയപ്പെടുന്നു. ആരോഗ്യ മേഖലയിലെ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇമേജിംഗ് ടെക്നോളജി പഠനം മികച്ച തൊഴിൽ സാധ്യതകൾ നൽകുന്നതാണ്. ജനിതകശാസ്ത്രം, ഭ്രൂണശാസ്ത്രം, പാലിയന്റോളജി അഥവാ ഫോസിൽ പഠനം എന്നിവയുൾപ്പെട്ട വിവിധ മേഖലകളിൽ നിന്നുള്ള ധാരാളം തെളിവുകളുടെയാണ് ജീവപരിണാമ ചിത്രം നിർമ്മിക്കുന്നത്. ഫോസിലുകളുടെ പഠനം ഭൂതകാലത്തിലേക്ക് വെളിച്ചം വീശുന്ന ഫലവത്തായ പഠനമാർഗമാണ്. ലളിതമായ ബാക്ടീരിയ മുതൽ സങ്കീർണ ഘടനയുള്ള ദിനോസറുകളുടെയും സസ്തനികളുടെയും ഉൾപ്പെടെയുള്ള ഫോസിലുകളുടെ പഠനം ജീവന്റെ ചലനാത്മക സ്വഭാവത്തിന്റെ കഥ പറയുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും പരിണാമപരമായ പരസ്പര ബന്ധത്തെ അനുമാനത്തിനോ ഉദാഹരണത്തിനോ പകരം നിരീക്ഷണം, തെളിവുകൾ, ശാസ്ത്രീയ വിശകലനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ ഫോസിലുകൾ അടക്കമുള്ള പഠനങ്ങൾക്ക് സഹായിക്കും. പ്രകൃതി നിഗൂഢതകൾ അനാവരണം ചെയ്തിരുന്ന ശാസ്ത്രീയ അന്വേഷണത്തിന്റെ പ്രാധാന്യവും തെളിവുകളെ അടിസ്ഥാനമാക്കി നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ശാസ്ത്രത്തിന്റെ പങ്കും തിരിച്ചറിഞ്ഞ ജീവ പരിണാമ പ്രക്രിയ സഹായിക്കും. പുരാതനമായ അസ്ഥി ക്ഷണത്തിൽ നിന്ന് DNA വേർതിരിച്ചെടുത്ത് വിശകലനം ചെയ്തതിലൂടെ മനുഷ്യപൂർവിക ജീനുകളും ആധുനിക മനുഷ്യരും തമ്മിലുള്ള ജനിതക സാമ്യ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള നിർണായകമായ കണ്ടെത്തലുകൾ സാൻഡെ പാവോ എന്ന സ്വീഡിഷ് പരിണാമ ജനിതക ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. ഫോസിലുകളിൽ നിന്ന് DNA വീണ്ടെടുക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെയാണ് അദ്ദേഹം പാലിയോ ജീനോമിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറയിട്ടത്. പാലിയോ ജീനോമിക്സ് സാൻഡെ പാവോ സ്വീഡിഷ് പരിണാമ ജനിതക ശാസ്ത്രജ്ഞനാണ്. വംശനാശം സംഭവിച്ച
സാൻഡേ പാബോയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് 2022 സസ്യചലനം, ട്രോപ്പിക ചലനവും നാസ്റ്റിക ചലനവും. ട്രോപ്പിക ചലനത്തിൽ ഉദ്ദീപന ദിശയ്ക്ക് അനുസരിച്ചാണ് ചലനം, എന്നാൽ നാസ്റ്റിക ചലനത്തിന് ഉദ്ദീപന ദിശയ്ക്ക് അനുസരിച്ചല്ലാത്ത ചലനമാണ്. HPV അണുബാധയും സെർവിക്കൽ ക്യാൻസറും. ലൈംഗിക രോഗങ്ങളിൽ മുഖ്യമായ ഒന്നാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബാധ. ജനനേന്ദ്രിയത്തിൽ അരിമ്പാറയും സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകളും ഉണ്ടാക്കുന്ന വൈറസ് വിഭാഗമാണിത്. HPV ബാധിതരായ വ്യക്തികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാകണമെന്നില്ല എന്നത് രോഗബാധ തടയുന്നതിന് വെല്ലുവിളിയാണ്. ഉയർന്ന അപകട സാധ്യതയുള്ള HPV ഇനങ്ങളുടെ സ്ഥിരമായ ബാധ സെർവിസിലെ കോശങ്ങളിൽ ചിലതിന് മാറ്റമുണ്ടാക്കും. ചികിത്സിച്ചില്ലെങ്കിൽ ഈ മാറ്റങ്ങൾ സെർവിക്കൽ ക്യാൻസറായി മാറും. സെർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത 18 വയസ്സ് മുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളിൽ കൂടുതലാണ്. ഇവരിൽ വൈറസ് ബാധ തീവ്രമായിരിക്കും. പാപ്സ്മിയർ ടെസ്റ്റുകൾ, HPV ടെസ്റ്റിംഗ് എന്നിവ രോഗബാധ നേരത്തെ കണ്ടെത്തുന്നതിന് സഹായകരമാണ്. കേരളത്തിൽ സ്ത്രീകളിൽ സ്തനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള രോഗം സെർവിക്കൽ ക്യാൻസർ ആണ് എന്നതിനാൽ ഈ രോഗം പ്രതിരോധിക്കുന്നതിനായി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകളിൽ 26 വയസ്സ് വരെയും പുരുഷന്മാരിൽ 21 വയസ്സ് വരെയുമാണ് ഈ വാക്സിൻ നൽകാവുന്നത്. ഭ്രൂണ വളർച്ച. ബീജസംയോജകത്തെ തുടർന്ന് സിക്താണ്ഡം കോശവിഭജനത്തിന് വിധേയമാകുന്നു. 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ മോറുല 16 മുതൽ 32 കോശങ്ങൾ എന്നറിയപ്പെടുന്ന കോശങ്ങളുടെ ഒരു കൂട്ടം രൂപപ്പെടുന്നു. 5 മുതൽ 6 വരെ ദിവസമാകുമ്പോൾ മോറുല ദ്രവം നിറഞ്ഞ ബ്ലാസ്റ്റോസിസ്റ്റായി വികസിക്കുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയ ഭിത്തിയിലെ ആന്തരപാളിയായ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. ഈ പ്രക്രിയയാണ് ഇംപ്ലാന്റേഷൻ. ഇതോടെയാണ് ഗർഭധാരണം നടക്കുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റ് ഭ്രൂണമായി മാറുകയും തുടർന്ന് വളർച്ചയിലൂടെയും വൈവിധ്യവൽക്കരണത്തിലൂടെയും ഗർഭസ്ഥ ശിശുവായി മാറുകയും ചെയ്യുന്നു. ബീജസംയോജനത്തെ തുടർന്ന് സിക്താണ്ഡം കോശവിഭജനത്തിന് വിധേയമാകുന്നു. 3 മുതൽ 4 ദിവസത്തിൽ മോറുല എന്നറിയപ്പെടുന്ന കോശങ്ങളുടെ ഒരു കൂട്ടം രൂപപ്പെടുന്നു. 5 മുതൽ 6 വരെ ദിവസമാകുമ്പോൾ മോറുല ദ്രവം നിറഞ്ഞ ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് വികസിക്കുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് കോശഭിത്തിയിലെ ആന്തരപാളികളിൽ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. ഈ പ്രക്രിയയാണ് ഇംപ്ലാന്റേഷൻ. ഇതോടെ ഗർഭധാരണം ആരംഭിക്കുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് ഭ്രൂണമായി മാറുകയും തുടർന്ന് വളർച്ചയിലൂടെയും വൈവിധ്യവൽക്കരണത്തിലൂടെയും ഗർഭസ്ഥ ശിശുവായിട്ട് മാറുന്നു. പ്ലാസന്റ. ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയ ഭിത്തിയിലേക്ക് പറ്റിപ്പിടിച്ച ശേഷം രൂപപ്പെടുന്ന താൽക്കാലിക സംവിധാനമാണ്. ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നാണ് ഇത് രൂപപ്പെടുന്നത്. അമ്നിയോണ് വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ആവരണമാണ്. പൊക്കിൾക്കൊടി പ്ലാസന്റയിൽ നിന്ന് രൂപപ്പെടുന്നു. ഇതുവഴി ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിലെത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അമ്നിയോട്ടിക് ദ്രവം അമ്നിയോൺ എന്ന ആവരണത്തിനുള്ളിൽ കാണപ്പെടുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ നിർജ്ജലീകരണം തടയുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. നിർജ്ജലീകരണം തടയുകയും ബാഹ്യക്ഷതകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് അമ്നിയോട്ടിക് ദ്രവമാണ്. പ്ലാസന്റയിലെ കോശങ്ങൾ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഗർഭാവസ്ഥയുടെ ആദ്യ ആഴ്ചകളിൽ ശരീരത്തിൽ ഈ ഹോർമോണിന്റെ അളവ് അതിവേഗം ഉയരുന്നു. ഈ ഹോർമോൺ ഗർഭാശയത്തിന്റെ ആന്തരപാളി നിലനിർത്തുകയും പ്രൊജസ്ട്രോണിന്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. മൂത്രത്തിലോ രക്തത്തിലോ HCG സാന്നിധ്യമുണ്ടെങ്കിൽ ഗർഭധാരണം നടന്നു എന്ന് ഉറപ്പാക്കാം. വീട്ടിൽ വെച്ച് പോലും ഗർഭനിർണയ കിറ്റുകളുടെ സഹായത്തോടെ ഈ പരീക്ഷണം നടത്താം. അമ്മ മനസ്സ്. ഗർഭകാലം, പ്രസവം എന്നിവയോടെ അനുബന്ധിച്ചുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ പരിഹാരം നൽകുന്നതിനുള്ള കൗൺസിലിംഗ് സേവനങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറാണ് 1056. ജനിതക തകരാറുകൾ തിരിച്ചറിയാൻ. ഗർഭകാലഘട്ടത്തിന്റെ 11 മുതൽ 13 ആഴ്ചകളിൽ നടത്തുന്ന പ്രത്യേക സ്കാനിങ്ങും രക്തപരിശോധനയും ഗർഭസ്ഥ ശിശുവിന്റെ ജനിതക വൈകല്യ സാധ്യതയുണ്ടോ എന്നറിയാനാണ്. 11 മുതൽ 13 ആഴ്ചയിലാണ് ഈ ഒരു ജനിതക തകരാറുണ്ടോ എന്നറിയാൻ ടെസ്റ്റ് നടത്തുന്നത്. ഡൗൺ സിൻഡ്രോം എന്ന ജനിതക വൈകല്യ സാധ്യതയാണ് ഇതിലൂടെ മുഖ്യമായും പരിശോധിക്കുന്നത്. രോഗ സാധ്യതയുണ്ടെങ്കിൽ തുടർന്ന് കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ്, അമ്നിയോസെന്റിസ് എന്നീ പരിശോധനകൾ നടത്തുന്നു. കോറിയോണിക്
വില്ലസ് സാമ്പിളിംഗ്, അമ്നിയോ സെൻറ്റസിസ് എന്ന പരിശോധനയും നടത്തുന്നു. എന്താണ് കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ്? ഗർഭകാലഘട്ടത്തിൽ 10 മുതൽ 12 ആഴ്ചയ്ക്കുള്ളിൽ പ്ലാസന്റയിലെ വില്ലസുകളിൽ നിന്ന് സാമ്പിളുകൾ കോശങ്ങളെടുത്ത് ക്രോമസോം തകരാറുകൾ തിരിച്ചറിയുന്നു. ഇനി അമ്നിയോ സെൻറ്റസിസ് എന്ന് പറയുകയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് ചുറ്റുമുള്ള അമ്നിയോട്ടിക് ദ്രവത്തിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ കോശങ്ങൾ കാണപ്പെടുന്നു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ ദ്രവത്തിലെ കോശങ്ങളുടെ പരിശോധനയിലൂടെ കുഞ്ഞിൻ്റെ ജനിതക തകരാറുകൾ, നാഡീവൈകല്യങ്ങളും നിർണ്ണയിക്കാൻ കഴിയുന്നു. പ്രസവിച്ച ഉടൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇളം മഞ്ഞ നിറത്തിലുള്ള കൊളസ്ട്രം എന്ന പാൽ കുഞ്ഞിന് നിർബന്ധമായും നൽകണം. ഇത് കുഞ്ഞിന് ആജീവനാന്ത രോഗപ്രതിരോധ ശേഷി നൽകും. 6 മാസം വരെ മുലപ്പാൽ മാത്രം നൽകുക. കുറുക്കുകളോ മറ്റ് ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങളോ കുഞ്ഞിന് നൽകേണ്ട ആവശ്യമില്ല. ലൈംഗിക രോഗാണുബാധകൾ. പ്രധാനമായും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ലൈംഗിക പകർച്ചവ്യാധികൾ. ബാക്ടീരിയ, വൈറസ്, പരാദങ്ങൾ, ഫംഗസ് എന്നിവയാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. എയ്ഡ്സ്, ക്ലെമീഡിയാസിസ്, ഗൊണേറിയ, സിഫിലിസ്, ജനേന്ദ്രിയ ഹെർപ്പസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അണുബാധ, ഹെപ്പറ്റൈറ്റിസ് ബി, ട്രൈക്കോമോണിയാസിസ്, കാൻഡിഡിയാസിസ് എന്നിവയാണ് പ്രധാന ലൈംഗിക രോഗാണുക്കൾ. ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നൊബേൽ എമാനുവൽ കാർപെൻറ്റിയർ, ജെനിഫർ എ. ഡൗട്ട്ന എന്നിവർ പങ്കിട്ടു. 2020 രസതന്ത്ര നൊബേൽ ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് എമാനുവൽ കാർപെൻറ്റിയർ, ജെനിഫർ എ. ഡൗട്ട്ന എന്നിവർ പങ്കിട്ടു. DNA-യിലെ ജീനുകളിൽ അപലക്ഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് ക്രിപ്സോ-കാസ് എന്ന സാങ്കേതികവിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം. ഇത് ജനിതക രോഗചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുന്നു. DNA-യുടെ ഘടന. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA-യുടെ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചു. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA-യുടെ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചു. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്-റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA-യുടെ ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത DNA-യുടെ എക്സ്-റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ കണ്ടെത്തലിനിടയാക്കിയ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 1958 റോസലിൻഡ് ഫ്രാങ്ക്ലിൻ 37-ാം വയസ്സിൽ അന്തരിച്ചു. DNA-യുടെ ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയതിന് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനും 1962 മെഡിസിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. 1962 മെഡിസിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ്. DNA-യിലുള്ള നൈട്രജൻ ബേസുകളാണ് അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ന്യൂക്ലിയോടൈഡ്. DNA-യുടെ അടിസ്ഥാന നിർണായക ഘടകമാണ്. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ഫോസ്ഫേറ്റ് ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നു. ഡിയോക്സി റൈബോസ് പഞ്ചസാര 5 കാർബൺ പഞ്ചസാര, നൈട്രജൻ ബേസ്, നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള സംയുക്തം. DNA-യുടെ വലുപ്പം. ഓരോ ക്രോമസോമിലും DNA-ക്ക് ഏകദേശം 5 ഇഞ്ച് അഥവാ 2 ഇഞ്ച് അഥവാ 5 സെന്റിമീറ്റർ നീളമുണ്ടാകും. ഓരോ ക്രോമസോമിലെയും DNA-ക്ക് ഏകദേശം 2 ഇഞ്ച് അഥവാ 5 സെന്റിമീറ്റർ നീളമുണ്ടാകും. ഒരു മനുഷ്യകോശത്തിലെ 46 ക്രോമസോമുകളിലെയും DNA-കൾ ചേർന്ന് ഏകദേശം 6 അടി നീളം വരും, അഥവാ 2 മീറ്റർ. മനുഷ്യ ശരീരം ട്രില്യൺ, അതായത് 1,00,000 കോടി കോശങ്ങളാൽ നിർമ്മിതമാണ്. ഓരോ കോശത്തിലെയും DNA-കളെ കൂട്ടിയോജിപ്പിച്ചാൽ ഏകദേശം 67 ബില്യൺ മൈൽ വരും. ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണ്. DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. ഇവയും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൻ, സൈറ്റോസിൻ എന്നിവയാണ് RNA-യിലെ നൈട്രജൻ ബേസുകൾ.
അഡിനിൻ, ഗ്വാനിൻ, യുറാസിൻ, സൈറ്റോസിൻ എന്നിവയാണ്. മിക്ക RNAയിലും ഒരു ഇഴയാണ് ഉണ്ടാവുക. ത്വക്കിന് നിറം നൽകുന്ന പ്രധാന വർണ്ണകമാണ് മെലാനിൻ. മെലാനിന്റെ അളവും തരവും ചേർന്ന് ത്വക്കിന്റെ നിറം നിർണ്ണയിക്കുന്നു. ഒരു വ്യക്തിയുടെ പൂർവികർ ഏത് ഭൂമിശാസ്ത്രപരമായ ദേശത്തു നിന്നാണ് വന്നത് എന്നത് ത്വക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഭൂമിശാസ്ത്രപരമായ വ്യത്യസ്തത പ്രദേശങ്ങളിലെ സൂര്യപ്രകാശത്തിന്റെ തീവ്രത വ്യത്യസ്തമായതിനാലാണ്. ഓരോ പ്രദേശത്തും ത്വക്കിന്റെ നിറത്തിന് അനുയോജ്യമായ ജനിതക മാറ്റങ്ങൾ സംഭവിക്കുന്നു. സൂര്യപ്രകാശം, ഭക്ഷണം, വിറ്റമിൻ ഡി എന്നിവ പോലുള്ള പരിസ്ഥിതി ഘടകങ്ങളും ത്വക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്നു. മനുഷ്യരാശി ജനിതകപരമായിട്ട് വളരെ വൈവിധ്യമാർന്നതാണ്. ത്വക്കിന്റെ നിറം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. മ്യൂട്ടേഷൻ ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ. ജനിതക ഘടനയിൽ ആകസ്മികമായി സംഭവിക്കുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ. ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ പെരുകുകയും രോഗങ്ങൾക്കിടയാക്കുകയും ചെയ്യുന്നു. മ്യൂട്ടേഷനിലൂടെ രൂപപ്പെട്ട ഈ പ്രതിരോധശേഷി അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം. കാലക്രമേണ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളുടെ അനുപാതം വർദ്ധിക്കുകയും മറ്റനവധി മ്യൂട്ടേഷനുകളിലൂടെ ഒന്നിലധികം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്നതിനുള്ള ശേഷി കൈവരിക്കുകയും ചെയ്യുന്നു. ഇത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ഇനങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നയിക്കുന്നു. നിലവിലുള്ള ആന്റിബയോട്ടിക്കുകൾ ഇവയ്ക്കെതിരെ പ്രയോജനപ്പെടുത്തുന്നതിനാൽ ഇത്തരം ബാക്ടീരിയകളുടെ രൂപപ്പെടൽ ആരോഗ്യ സംരക്ഷണത്തിൽ മുഖ്യ ആശങ്കയായി മാറുന്നു. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ. ഇവ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ്. നാഡീകോശത്തിന്റെ കേന്ദ്രമാണ് കോശശരീരം. ഇവിടെ കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും കോശാംഗങ്ങളും കാണപ്പെടുന്നു. കോശശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നേർത്ത തന്തുക്കളാണ് ഡെൻഡ്രോണുകൾ. ഇവയുടെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ. തൊട്ടടുത്ത മറ്റ് നാഡീകോശങ്ങളിൽ നിന്നും ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ കോശശരീരത്തിലേക്ക് കൈമാറുന്നത് ഡെൻഡ്രോണുകളിലൂടെയാണ്. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. അതിന്റെ ശാഖകളാണ് ആക്സോണൈറ്റുകൾ. കോശശരീരത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആക്സോണുകളിലൂടെ ആക്സോണൈറ്റുകളിലെത്തുന്നു. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തായി മുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തായിട്ട് മുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ഇതിൽ തൊട്ടടുത്ത നാഡീകോശത്തിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ ഉദാഹരണം അസറ്റൈൽ കോളിൻ അടങ്ങിയിരിക്കുന്നു. ന്യൂറോഗ്ലിയൽ കോശങ്ങൾ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും പകുതിയിലധികവും കോശങ്ങളാണുള്ളത്. ഇവയാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും കോശങ്ങളാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ. വിഭജനശേഷിയുള്ള ഈ കോശങ്ങൾക്ക് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനോ സന്ദേശങ്ങളെ കടത്തിവിടാനോ കഴിയില്ല. ന്യൂറോഗ്ലിയൽ കോശങ്ങൾക്ക് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനോ സന്ദേശങ്ങളെ കടത്തിവിടാനോ കഴിയില്ല. ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ വിവിധ ധർമ്മങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷണം എത്തിക്കുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. ചില ന്യൂറോണുകളിൽ ആക്സോണിനെ പൊതിഞ്ഞ് മയലിൻ ഷീറ്റ് എന്ന ഒരാവരണം കാണപ്പെടുന്നുണ്ട്. ഇത് തിളക്കമുള്ള വെളുപ്പ് നിറമുള്ള മയലിൻ എന്ന കൊഴുപ്പുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഇൻസുലേറ്റായി പ്രവർത്തിച്ച് സന്ദേശങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക, നാഡീകോശത്തിന് പോഷണം ലഭ്യമാക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക മുതലായവയാണ് മയലിൻ ഷീറ്റിന്റെ മുഖ്യധർമ്മങ്ങൾ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീറ്റിനെ നിർമ്മിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളെയും നാഡികളിലെ മയലിൻ ഷീറ്റിനെ നിർമ്മിക്കുന്നത് ഷ്വാൻ കോശങ്ങളുമാണ്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും കോശശരീരത്തിലും മയലിൻ ഷീറ്റ് ഇല്ലാത്ത ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും പറയുന്നു. ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ കോശശരീര ഭാഗങ്ങളെ ഒരാവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇത്തരം ഭാഗങ്ങളാണ് ഗാംഗ്ലിയോണുകൾ. നാഡീവ്യവസ്ഥയെ കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിങ്ങനെ രണ്ടാക്കാം. കേന്ദ്ര നാഡീവ്യവസ്ഥയിലാണ് മസ്തിഷ്കവും സുഷുമ്നയും വരുന്നത്. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയെ അവയവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ഗ്രാഹികളും
ഗാംഗ്ലിയോണുകളും ഉൾപ്പെടുന്നു. 12 ജോഡി ശിരോനാഡിയും 31 ജോഡി സുഷുമ്നാ നാഡിയും. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് മസ്തിഷ്കവും സുഷുമ്നയും. മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് 3 പാളികളോട് കൂടിയ മെനിഞ്ചസ് കാണപ്പെടുന്നു. മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് 3 പാളികളോട് കൂടിയ മെനിഞ്ചസ് കാണപ്പെടുന്നു. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിന്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിനും നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. ഈ ദ്രവത്തിന്റെ രൂപീകരണത്തിൽ എപ്പെൻഡൈമൽ കോശങ്ങൾക്ക് പങ്കുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ സെറിബ്രോസ്പൈനൽ ദ്രവം താഴെ പറയുന്ന ധർമ്മങ്ങൾ നിറവേറ്റുന്നു. കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു, മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ സെറിബ്രോസ്പൈനൽ ദ്രവം കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു, മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു. സെറിബ്രം, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും അറിയപ്പെടുന്നു. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം. വിവിധ ഇന്ദ്രിയ അനുഭവങ്ങൾ ലഭ്യമാക്കുന്നു. സെറിബെല്ലം, മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെയായിട്ട് കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുന്നു. തലാമസ്, മസ്തിഷ്കത്തിലെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബെല്ലത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണ്. ഹൈപ്പോതലാമസ്, ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിപ്പിച്ച് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്നു. മിഡ് ബ്രെയിൻ, കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിൽ ഇത് പങ്കുവഹിക്കുന്നു. പോൺസ്, കണ്ണിലും മുഖത്തിലുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു. മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതും മൂന്നും ചേർന്ന വ്യവസ്ഥയാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. സുഷുമ്ന, മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സുഷുമ്ന. സെൻട്രൽ കനാല്, സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന ഭാഗമാണ് സെൻട്രൽ കനാല്. ഡോർസൽ റൂട്ട്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്നയിലേക്ക് കടത്തിവിടുന്നത് ഡോർസൽ റൂട്ടാണ്. വെൻട്രൽ റൂട്ട്, സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തിവിടുന്നത് വെൻട്രൽ റൂട്ടാണ്. നേത്രാവരണം, കോർണിയ ഒഴികെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിന്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് നേത്രാവരണം. കണ്ണിനെ സംരക്ഷിക്കുക, ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതുമാക്കുക, പൊടി, രോഗാണുക്കൾ, മറ്റ് പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത് തടയുക എന്നിവയാണ് ഇതിന്റെ ധർമ്മങ്ങൾ. കണ്ണുനീർ ഗ്രന്ഥികൾ, കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണുനീർ ഗ്രന്ഥികളാണ്. ഈ ഗ്രന്ഥികൾ കൺപോളകൾക്കുള്ളിൽ മുകളിലായിട്ട് കാണപ്പെടുന്നു. കണ്ണുനീർ കണ്ണിന്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നതിനും പോഷകങ്ങൾ നൽകുന്നതിനും മാലിന്യങ്ങൾ പുറംതള്ളുന്നതിനും അത്യാവശ്യമാണ്. അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുവാൻ സഹായിക്കുന്ന ലൈസോസൈം എന്ന എൻസൈമുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. റെറ്റിനയിൽ നിന്നും നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗത്ത് പ്രകാശഗ്രാഹി കോശങ്ങളില്ല. കാഴ്ചയില്ലാത്ത ഈ ഭാഗം അന്ധബിന്ദു എന്നറിയപ്പെടുന്നു. കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റെറ്റിനയുടെ മധ്യഭാഗമാണ് പീതബിന്ദു. റെറ്റിനയുടെ മധ്യഭാഗമാണ് പീതബിന്ദു. റെറ്റിനയിൽ നിന്നും നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. കണ്ണിലെ പാളികൾ, അനുബന്ധ ഭാഗങ്ങൾ, സവിശേഷതകളും ധർമ്മവും. ദൃഢപടലം, ബാഹ്യപാളി കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്നു. അനുബന്ധ ഭാഗമാണ് കോർണിയ. കണ്ണിന്റെ സുതാര്യമായ മുൻഭാഗം പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. രക്തപടലം, മധ്യപാളി, ആന്തരപാളിയായ ദൃഷ്ടിപടലത്തിന് പോഷണവും ഓക്സിജനും നൽകുന്നതിനോടൊപ്പം ഊഷ്മാവ് ക്രമീകരിക്കുന്നു. ഇതിന്റെ അനുബന്ധ ഭാഗങ്ങളാണ് സീലിയറി പേശികൾ. ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തുന്നു. ഐറിസ്, പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഐറിസിലെ 2 തരം പേശികൾ പ്യൂപ്പിളിന്റെ വലുപ്പം ക്രമീകരിക്കുന്നു. പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഐറിസിൽ മെലാനിൻ എന്ന വർണ്ണവസ്തു അടങ്ങിയിരിക്കുന്നു. മെലാനിൻ ഐറിസിന് നിറം നൽകുന്നതോടൊപ്പം അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നു. കോൺവെക്സ് ലെൻസ് വസ്തുവിനെ ചെറുതും യഥാർത്ഥവും തലകീഴായതും പ്രതിബിംബത്തെ റെറ്റിനയിൽ രൂപപ്പെടുത്തുന്നു.
വസ്തുവിനെ ചെറുതും യഥാർത്ഥവും തലകീഴായതും. ദൃഷ്ടിപടലം, റെറ്റിന, ആന്തരപാളി പ്രകാശഗ്രാഹി കോശങ്ങളെ വഹിക്കുന്നു. പ്രതിബിംബം രൂപപ്പെടുന്നു. പ്രകാശഗ്രാഹികളുടെ പാളി. പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ് കോശങ്ങൾ വസ്തുക്കളെ ഇരുണ്ട വെളിച്ചത്തിലും കറുപ്പിലും വെളുപ്പിലും തിരിച്ചറിയുന്നു. കോൺ കോശങ്ങൾ തീവ്രപ്രകാശത്തിലെ കാഴ്ചയും വർണ്ണക്കാഴ്ചയും നൽകുന്നു. ബൈപോളാർ കോശപാളി പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് സന്ദേശങ്ങളെ കൈമാറുന്നു. ഗാംഗ്ലിയോൺ കോശപാളി നേത്രനാഡിയിലേക്ക് ബൈപോളാർ കോശപാളിയിൽ നിന്ന് സന്ദേശങ്ങളെ കൈമാറുന്നു. കണ്ണിന് 2 അറകളാണുള്ളത്. കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്കുള്ള അക്വസ് അറ. കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്കുള്ള അക്വസ് അറ. ജലസമൃദ്ധമായ അക്വസ് ദ്രവമാണ് ഇവിടെയുള്ളത്. ഇത് ടിഷ്യൂ ദ്രവം പോലെ രക്തത്തിൽ നിന്ന് ഊറിയിറങ്ങുകയും തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അക്വസ് അറയിലെ മർദ്ദം ക്രമീകരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. ലെൻസിനും കോർണിയയ്ക്കും പോഷണവും ഓക്സിജനും ലഭ്യമാകുന്നത് ഈ ദ്രവത്തിലൂടെയാണ്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് അക്വസ് അറ. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് വിട്രിയസ് അറ. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് വിട്രിയസ് അറ. അവിടെയുള്ള ജെല്ലി പോലുള്ള സുതാര്യമായ വിട്രിയസ് ദ്രവം നേത്രഗോളത്തിന് ആകൃതി നൽകുന്നു. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ വിട്രിയസ് അറ, കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറ. കോർണിയയ്ക്ക് പിന്നിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ്. ഐറിസിന്റെ മധ്യഭാഗത്തെ സുഷിരം പ്യൂപ്പിൾ എന്നറിയപ്പെടുന്നു. 2 മുതൽ 3 വരെ മില്ലിലിറ്റർ ആണ് പ്യൂപ്പിളിന്റെ സാധാരണ വലുപ്പം. പ്യൂപ്പിളിന്റെ സാധാരണ വലുപ്പം 2 മുതൽ 3 മില്ലിമീറ്റർ ആണ്. പ്യൂപ്പിളിന്റെ വലുപ്പം കൂടുന്നതിലൂടെ സാധാരണയായും 16 മടങ്ങ് അധികം പ്രകാശത്തെ റെറ്റിനയിലേക്ക് പതിപ്പിക്കാനാകും. ലെൻസിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. ഇലാസ്തിക സ്വഭാവമുള്ള കാപ്സ്യൂൾ എന്ന ഉറ, അതിനുള്ളിൽ ലെൻസ് നാരുകൾ, ലെൻസ് നാരുകൾക്കും കാപ്സ്യൂളിനുമിടയിൽ മുൻഭാഗത്ത് മാത്രം കാണപ്പെടുന്ന എപ്പിത്തീലിയം എന്നിവയാണവ. ലെൻസ് നാരുകളെ ആജീവനാന്തം നിർമ്മിച്ച് കൊണ്ടിരിക്കുന്നത് എപ്പിത്തീലിയമാണ്. ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം ക്രിസ്റ്റലീൻ എന്ന പ്രോട്ടീനാണ്. ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം ക്രിസ്റ്റലീൻ എന്ന പ്രോട്ടീനാണ്. അക്വസ് ദ്രവത്തിൽ നിന്നാണ് ലെൻസ് പോഷകങ്ങൾ സ്വീകരിക്കുന്നത്. പ്രായവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ലെൻസിന്റെ വഴക്കത്തെയും സുതാര്യതയെയും ഒപ്പം കാഴ്ചയെയും ബാധിക്കുന്നു. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ് പ്രകാശഗ്രാഹികൾ. റോഡ് കോശങ്ങൾക്ക് സിലിണ്ടർ ആകൃതിയും കോൺ കോശങ്ങൾക്ക് കോൺ ആകൃതിയുമാണുള്ളത്. റോഡ് കോശങ്ങൾ 9 കോടിയിലധികം, എന്നാൽ കോൺ കോശങ്ങൾ ഏകദേശം 45 ലക്ഷവുമാണ്. റോഡ് കോശങ്ങളിലെ വർണ്ണകം റെഡോപ്സിനും കോൺ കോശങ്ങളിലെ വർണ്ണകം ഫോട്ടോപ്സിനുമാണ്. റോഡ് കോശങ്ങളിലെ വർണ്ണകം റെഡോപ്സിനും കോൺ കോശങ്ങളിലെ വർണ്ണകം ഫോട്ടോപ്സിനുമാണ്. 2 വർണ്ണകങ്ങളും ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റമിൻ എയിൽ നിന്നും രൂപപ്പെടുന്ന റെറ്റിനാലും ചേർന്നുണ്ടാകുന്നു. എന്നാൽ റെഡോപ്സിനിലും ഫോട്ടോപ്സിനിലുമുള്ള റെറ്റിനാലിന്റെ രാസഘടന വ്യത്യസ്തമാണ്. റെറ്റിനയിൽ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാനായി 3 തരം കോൺ കോശങ്ങളുണ്ട്. എസ് കോണുകൾ ഹ്രസ്വ തരംഗദൈർഘ്യത്തിലും, എം കോണുകൾ ഇടത്തരം തരംഗദൈർഘ്യത്തിനും, എൽ കോണുകൾ ദീർഘ തരംഗദൈർഘ്യത്തിനും നന്നായി സംവേദനത്വം കാണിക്കുന്നു. എസ് കോണുകൾ ഹ്രസ്വ തരംഗദൈർഘ്യം, എൽ കോണുകൾ ദീർഘ തരംഗദൈർഘ്യം, എം കോണുകൾ ഇടത്തരം തരംഗദൈർഘ്യം. പ്രകാശത്തിന്റെ തീവ്രതയെയും തരംഗദൈർഘ്യത്തെയും ആശ്രയിച്ച് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ 3 ഇനം കോൺ കോശങ്ങളും പല അനുപാതത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നു. ചുവപ്പ്, പച്ച കോണുകൾ ഒരുമിച്ച് ഉദ്ദീപിക്കപ്പെടുമ്പോൾ മഞ്ഞ നിറത്തെക്കുറിച്ച് ധാരണ ലഭിക്കുന്നു. 3 തരം കോണുകളുടെയും ഉത്തേജനം വെളുത്ത പ്രകാശത്തെ അനുഭവവേദ്യമാക്കുന്നു. നേത്രരോഗങ്ങളും വൈകല്യങ്ങളും നിർണയിച്ച് ചികിത്സ, പ്രതിരോധം എന്നിവയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രത്യേക വൈദ്യശാഖയാണ് ഒഫ്താൽമോളജി. ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ സമഗ്രമായ നേത്രപരിചരണം നൽകുന്നതിന് പരിശീലനം ലഭിച്ച ഒരു മെഡിക്കൽ ഡോക്ടറാണ് നേത്രരോഗ വിദഗ്ധൻ അഥവാ ഒഫ്താൽമോളജിസ്റ്റ്. ഈ തൊഴിൽപാത ആരംഭിക്കുന്നത് MBBS ബിരുദത്തോടെയാണ്. തുടർന്ന് ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഒഫ്താൽമോളജിയിൽ ഡിപ്ലോമ നേടണം. നേത്രരോഗ വിദഗ്ധർക്കൊപ്പം നേത്രപരിപാലനം നടത്തുക, ലെൻസുകൾ ശരിയാക്കുക, നേത്രരോഗങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടെത്തുക, രോഗപരിചരണത്തിൽ സഹായിക്കുക എന്നിവ ചെയ്യുന്നവരാണ് ഒഫ്താൽമിക് അസിസ്റ്റന്റുമാർ. കണ്ണടകളും കോണ്ടാക്ട് ലെൻസുകളും നൽകുന്ന ഒപ്റ്റിക്കൽ
ഡിസ്പെൻസിംഗ് മേഖലയിലും നിരവധി അവസരങ്ങളുണ്ട്. നേത്രപരിചരണത്തിനുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം റെറ്റിന സ്പെഷ്യലിസ്റ്റുകൾ, പീഡിയാട്രിക് ഒഫ്താൽമോളജിസ്റ്റുകൾ, ഒക്യുലാർ ഓങ്കോളജിസ്റ്റുകൾ എന്നിവയുള്ള പുതിയ വഴികൾ തുറന്നിരിക്കുന്നു. വിഷൻ തെറാപ്പി, ഒക്യുലാർ ഇമേജിംഗ്, AI ഡയഗ്നോസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലും തൊഴിലവസരങ്ങൾ ഏറെയാണ്. ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിന്റെ ഉൽപാദനം കൂടുമ്പോഴാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നത്. മെറ്റബോളിസത്തിന്റെ നിരക്ക് കൂടുന്നു, ഭാരക്കുറവ്, ഹൃദയമിടിപ്പ് കൂടുന്നു, അമിതമായ വിശപ്പ്, ഉത്കണ്ഠ. ഹൈപ്പോ തൈറോയിഡിസം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നു, മെറ്റബോളിസം കുറയുന്നു, ശരീരഭാരം കൂടുന്നു, ഹൃദയമിടിപ്പ് കുറയുന്നു, ക്ഷീണം, തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നിരവധി തകരാറുകൾ. അയഡിന്റെ അപര്യാപ്തത. ലക്ഷണം: കഴുത്തിലുണ്ടാകുന്ന വീക്കം, ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട്. മെറ്റബോളിസ നിയന്ത്രണം. മെറ്റബോളിസം, ശരീര വളർച്ച, വികാസം എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥികളാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ 2 തരം കോശങ്ങളുണ്ട്: ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ 2 തരം കോശങ്ങളുണ്ട്: ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും. ഫോളിക്കുലാർ കോശങ്ങൾ തൈറോക്സിൻ എന്ന ഹോർമോണിനെയും പാരാഫോളിക്കുലാർ കോശങ്ങൾ കാൽസിറ്റോസിൻ എന്ന ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഫോളിക്കുലാർ കോശങ്ങൾ തൈറോക്സിനെയും പാരാഫോളിക്കുലാർ കോശങ്ങൾ കാൽസിറ്റോണിനെയുമാണ് ഉണ്ടാക്കുന്നത്. ഫോളിക്കുലാർ തൈറോക്സിനെയും പാരാഫോളിക്കുലാർ കാൽസിറ്റോണിനെയും. തൈറോക്സിന്റെ ധർമ്മങ്ങൾ മെറ്റബോളിസത്തിനെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുന്നു. നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നു. ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നു. കാൽസിറ്റോണിൻ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. കാൽസിറ്റോണിൻ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ തോത് 9 മുതൽ 11 mg ആണ്. ഈ അളവ് നിയന്ത്രിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിനും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോണും ചേർന്നാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ക്രമീകരണം. ആരോഗ്യമുള്ള വ്യക്തികളിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസിന്റെ അളവ് 70 മുതൽ 100 mg ആണ്. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് ഗ്ലൂക്കോസ് നില 140-ൽ താഴെയായിരിക്കണം. 3 മാസത്തെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ശരാശരി അളവ് പരിശോധിക്കാനായി അളക്കുമ്പോൾ 7.5%-ൽ താഴെയാണെങ്കിൽ ഗ്ലൂക്കോസിന്റെ സാധാരണ നിലയിലായിട്ട് കണക്കാക്കാം. സോ ഫാസ്റ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് 70 മുതൽ 100 വരെയും ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് 140-ഉമാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസിന്റെ സ്ഥാനം, ദഹന പ്രക്രിയ, അത് നിർവഹിക്കുന്ന ധർമ്മം. ഹോർമോൺ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിൽ 2 തരം കോശങ്ങളുണ്ട്: ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിനെയും ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ശരാശരിയിൽ നിന്ന് ഉയരുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്. അമിതദാഹം, വിശപ്പ്, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ശരീരഭാരം കുറയുക, ക്ഷീണം എന്നിവയാണ് ലക്ഷണം. പ്രമേഹം 2 തരത്തിൽ കാണപ്പെടുന്നു: ഇൻസുലിൻ ഉൽപാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, ഭക്ഷണ നിയന്ത്രണമില്ലായ്മ, ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കുറയൽ തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. ബീറ്റ കോശങ്ങൾ നശിക്കുന്നത് മൂലം ഇൻസുലിൻ പ്രതിരോധ ശേഷി ഇല്ലാതാകുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. മസ്തിഷ്കത്തിൽ തലാമസിന് സമീപം സ്ഥിതി ചെയ്യുന്ന പീനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നു. ദിവസത്തിലെ 24 മണിക്കൂർ നീളുന്ന കൃത്യമായ ഇടവേളകളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മെലാറ്റോണിൻ മുഖ്യ പങ്ക് വഹിക്കുന്നു. അതിനാൽ പീനിയൽ ഗ്രന്ഥി ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നു. ബയോളജിക്കൽ ക്ലോക്ക്. പ്രതിരോധത്തിനു പിന്നിൽ. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന തൈമസ് ഗ്രന്ഥി ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മാറലിന് പിന്നിലായിട്ടാണ് തൈമസ് ഗ്രന്ഥി പ്രതിരോധത്തിന് സഹായിക്കുന്നു. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ എന്ന ഹോർമോൺ ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായിക്കുന്നു. ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായിക്കുന്നത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ എന്ന ഹോർമോണാണ്. വളർച്ചയ്ക്കു പിന്നിൽ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചാ ഹോർമോൺ വളർച്ചയെ സഹായിക്കുന്നു. വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിനെ ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചാ ഹോർമോണാണ്.
മിക്ക ശരീരകോശങ്ങളിലും ക്രമഭംഗം ത്വരിതപ്പെടുത്തിയും കോശവലിപ്പം വർദ്ധിപ്പിച്ചും ശരീരവളർച്ചയ്ക്കിടയാക്കുന്ന ഹോർമോണാണിത്. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ വളർച്ചാ വൈകല്യങ്ങൾക്ക് കാരണമാകുന്നു. വാമനത്വം. വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നു, ശരീരവളർച്ച മുരടിക്കുന്നു. ഭീമാകാരത്വം. വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നു, അമിതമായ ശരീരവളർച്ച. അക്രോമെഗാലി. വളർച്ച പൂർത്തിയായ ശേഷം സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നു. കൈപ്പത്തി, കാൽപാദങ്ങൾ, താടിയെല്ല് എന്നീ ശരീരഭാഗങ്ങൾ അമിതമായി വളരുന്നു. ജലസന്തുലനം. പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിൽ സംഭരിക്കുന്ന വാസോപ്രസിൻ അഥവാ ആന്റി ഡയൂററ്റിക് ഹോർമോണിന്റെ പ്രവർത്തനത്താലാണ് ജലസന്തുലനം നടക്കുന്നത്. വാസോപ്രസിൻ അഥവാ ആന്റി ഡയൂററ്റിക് ഹോർമോണാണ് ജലസന്തുലനം നടത്തുന്നത്. ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത് ADH ആണ്. വേനൽക്കാലത്ത് അമിതമായ വിയർപ്പും ചൂടും നിർജ്ജലീകരണത്തിന് കാരണമാകുന്നു. ഇത് വാസോപ്രസിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. വാസോപ്രസിൻ വൃക്കയിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാകിരണം വർദ്ധിപ്പിക്കുന്നു. തൽഫലമായിട്ട് മൂത്രത്തിന്റെ ഉൽപാദനം കുറയുകയും ജലനഷ്ടം തടയുകയും ചെയ്യുന്നു. ശൈത്യകാലത്ത് വിയർപ്പിലൂടെയുള്ള ജലനഷ്ടം കുറയ്ക്കാനായിട്ട് വാസോപ്രസിന്റെ സ്രവം കുറയുകയും വൃക്കയിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാകിരണം കുറയുകയും ചെയ്യുന്നു. സാധാരണ അന്തഃസ്രാവി വ്യവസ്ഥയുടെ ഭാഗമല്ലെങ്കിലും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അന്തഃസ്രാവി ഗ്രന്ഥികളെ പോലെ പ്രവർത്തിക്കുന്ന ചില കലകളുണ്ട്. ആമാശയപാളിയും കൊഴുപ്പ് കലകളും അവയ്ക്ക് ഉദാഹരണമാണ്. ആമാശയത്തിന്റെ മുകൾ ഭാഗത്തുള്ള ചില കോശങ്ങൾ നിർമ്മിക്കുന്ന ഗ്രലിൻ വിശപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നു. കൊഴുപ്പ് കലകൾ ഉൽപ്പാദിപ്പിക്കുന്ന ലെപ്റ്റിൻ സംതൃപ്തി ഹോർമോൺ എന്നറിയപ്പെടുന്നു. ഗ്രലിൻ വിശപ്പ് ഹോർമോൺ, ലെപ്റ്റിൻ സംതൃപ്തി ഹോർമോൺ. ശരീരത്തിൽ ആവശ്യത്തിന് ഊർജം സംഭരിച്ചിട്ടുണ്ട്. ഹൈപ്പോതലാമസിന് സൂചന നൽകി ലെപ്റ്റിൻ വിശപ്പ് കുറയ്ക്കുന്നു. ഇത് ഭക്ഷണ ഉപഭോഗം കുറയ്ക്കുന്നു, ഊർജ വിനിയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. ന്യൂട്രോഫിൽ. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈസിനോഫിൽ. അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു, പരാദങ്ങളെ നശിപ്പിക്കുന്നു. മോണോസൈറ്റ്. അന്യവസ്തുക്കൾ, ബാക്ടീരിയകൾ, മൃതകോശങ്ങൾ എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ബേസോഫിൽ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിനെയും അലർജി ഉണ്ടാക്കുമ്പോൾ വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഫാഗോസൈറ്റോസിസ്. വെളുത്ത രക്തകോശങ്ങൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസിൽ ഏർപ്പെടുന്ന രക്തകോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ. വെളുത്ത രക്തകോശങ്ങളായ ന്യൂട്രോഫിൽ, മോണോസൈറ്റ് എന്നിവ ഫാഗോസൈറ്റുകളാണ്. ശരീരത്തിന്റെ താപനില സാധാരണ പരിധിക്ക് മുകളിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 37 ഡിഗ്രി സെൽഷ്യസ് ഉയരുന്ന അവസ്ഥയാണ് പനി. ലിംഫോസൈറ്റുകളാണ് പ്രധാനമായും പ്രതിരോധം നടത്തുന്നത്. രണ്ട് തരത്തിലാണ് ലിംഫോസൈറ്റുകൾ ഉള്ളത്: ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. ബി ലിംഫോസൈറ്റ് രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും അസ്ഥിമജ്ജയിലാണ്. ആന്റിജനുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ടി ലിംഫോസൈറ്റ് അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ട് തൈമസ് ഗ്രന്ഥിയിൽ പാകപ്പെടുന്നു. രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ബി ലിംഫോസൈറ്റ് ആന്റിജനുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ടി ലിംഫോസൈറ്റ് രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ഇംഗ്ലീഷ് ഡോക്ടറായ എഡ്വേർഡ് ജെന്നർ ആണ് വാക്സിനേഷന്റെ പിതാവ്. പശു എന്ന് അർത്ഥം വരുന്ന വാക്ക എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് വാക്സിനേഷൻ എന്ന പേര് വന്നത്. ബാക്ടീരിയ ശരീരത്തിൽ പ്രവർത്തിച്ച് പെരുകുമ്പോൾ പുറത്തുവിടുന്ന ടോക്സിനുകൾ ആതിഥേയ കലകളെ നശിപ്പിക്കുകയും ശരീരപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ചിലത് കോശസ്തരത്തെ തകർക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ച് കോശത്തെ നശിപ്പിക്കുന്നു. ക്ഷയവും എലിപ്പനിയും രണ്ട് ബാക്ടീരിയ രോഗങ്ങളാണ്. ക്ഷയത്തിന്റെ പൂർണ്ണരൂപം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എലിപ്പനി രോഗകാരി ലെപ്റ്റോസ്പൈറ. ക്ഷയത്തിനുള്ള ചികിത്സയാണ് BCG വാക്സിനേഷൻ. ഒന്നിലധികം ആന്റിബോഡികൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സ ഡോട്ട്സ്. എലിപ്പനിയുടേത് പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുക, ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ആതിഥേയ കോശങ്ങളെ ജനിതക സംവിധാനം ഉപയോഗിപ്പിച്ച് പെരുകുന്നു. ഇങ്ങനെ കോശങ്ങളെ നശിപ്പിച്ച് രോഗമുണ്ടാക്കുന്നു.
എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം, രോഗകാരി ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ബാധിക്കുന്നത് ടി ലിംഫോസൈറ്റുകളെയാണ്. വൈറസ് ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകി അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ശരീരത്തിന് രോഗങ്ങളെ ചെറുക്കാൻ കഴിവ് കുറയുകയും ക്രമേണ എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. നിപ രോഗകാരി നിപ വൈറസ്. ലക്ഷണങ്ങൾ പനി, തലവേദന, പേശിവേദന, ചുമ, ഛർദി എന്നിവയാണ്. സ്ഥലകാല ബോധമില്ലായ്മ, അപസ്മാരം, ബോധക്ഷയം എന്നിവ ഗുരുതരമാകുമ്പോഴുള്ള ലക്ഷണങ്ങളാണ്. പകരുന്നത് വവ്വാലുകൾ വഴിയാണ്. ഫംഗസുകളും മനുഷ്യരിൽ പലതരം രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇവ ചർമ്മത്തിലും നഖത്തിലും നേരിട്ട് അണുബാധയുണ്ടാക്കുമ്പോൾ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്താൽ രോഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ് റിംഗ്വേം, കാൻഡിഡിയാസിസ്. പ്രോട്ടോസോവ. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. ചില പ്രോട്ടോസോവകൾ ചുവന്ന രക്തകോശങ്ങളെ ആക്രമിക്കുകയും അവയ്ക്കുള്ളിൽ പെരുകുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ചിലത് ശരീരപ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ദോഷകരമായ വസ്തുക്കളെ പുറത്തുവിടുന്നു. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മലമ്പനി ഉണ്ടാക്കുന്നത്. അനോഫിലസ് പെൺകൊതുകുകളാണ് ഈ രോഗാണുവിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം. നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ മാരക രോഗത്തിന് കാരണം. മന്ത്. ഫൈലേറിയൽ വിരകൾ ലിംഫ് വാഹികളിൽ തങ്ങി നിന്ന് ലിംഫിന്റെ സാധാരണ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതിനാലാണ് മന്ത് രോഗം ഉണ്ടാകുന്നത്. ക്യൂലെക്സ് പെൺകൊതുകാണ് ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. കൊതുക് കടിക്കുമ്പോൾ വിരകളുടെ ലാർവകൾ രക്തത്തിൽ പ്രവേശിച്ച് വളരുകയും ലിംഫ് വാഹികളിലെത്തി അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് ലിംഫ് ദ്രവം കെട്ടിക്കിടന്ന് കാലക്രമേണ കാലുകൾ, കൈകൾ, ജനനേന്ദ്രിയങ്ങൾ തുടങ്ങിയ ശരീരഭാഗങ്ങൾ അമിതമായിട്ട് വീങ്ങി വലുതാകുന്നു. സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയയും രണ്ട് പാരമ്പര്യ രോഗങ്ങളാണ്. ഇവ ജനിതക തകരാറുകൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. സിക്കിൾ സെൽ അനീമിയ കാരണം ഹീമോഗ്ലോബിൻ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറ്. ബാധിക്കുന്ന വിധം ചുവന്ന രക്തകോശങ്ങൾ അരിവാൾ ആകൃതിയിലാകുന്നു. ചുവന്ന രക്തകോശങ്ങളുടെ ഓക്സിൻ വാഹകശേഷി കുറയുന്നു. രൂപമാറ്റം വന്ന ചുവന്ന രക്തകോശങ്ങൾ ലോമികകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടയുന്നു. ഹീമോഫീലിയ കാരണം രക്തം കട്ടപിടിക്കുവാനുള്ള പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ തകരാറ്. ബാധിക്കുന്ന വിധം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീന്റെ അഭാവം. ചെറിയ മുറിവുകളിൽ നിന്ന് പോലും അമിത രക്തസ്രാവം. സ്കോട്ടിഷ് ബാക്ടീരിയോളജിസ്റ്റായ അലക്സാണ്ടർ ഫ്ലെമിംഗ് 1928 ആകസ്മികമായി പെൻസിലിൻ കണ്ടെത്തി. സ്റ്റാഫിലോകോക്കസ് ബാക്ടീരിയ അടങ്ങിയ പെട്രിഡിഷ്യൽ പെനിസിലിയം നോട്ടാറ്റം എന്ന ഫംഗസ് വളർന്നപ്പോൾ അത് ബാക്ടീരിയകളെ നശിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. മനുഷ്യകോശങ്ങളെ നശിപ്പിക്കാതെ ബാക്ടീരിയകളെ കൊല്ലുന്ന ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ആയിരുന്നു ഇത്. ഫ്ലെമിംഗ് പെൻസിലിൻ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ദശാബ്ദത്തിനു ശേഷം ഹോവാർഡ് ഫ്ലോറിയും ഏണസ്റ്റ് ബോറിസ് ചെയിനും ചേർന്ന് അത് ശുദ്ധീകരിക്കുകയും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ഈ കണ്ടെത്തലിന് വൈദ്യശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. 1945 ഫ്ലെമിംഗിനും ഫ്ലോറിക്കും ചെയിനിനും ഇതിന് നൊബേൽ സമ്മാനം ലഭിച്ചു. ഇത് ആന്റിബയോട്ടിക് യുഗത്തിന് തുടക്കം കുറിച്ചു. ബോംബെ രക്തഗ്രൂപ്പ്. 1952 മുംബൈയിലെ ഡോക്ടർ വൈ.എം. ബെർഡെ ആണ് ഈ ഗ്രൂപ്പ് കണ്ടെത്തിയത്. എല്ലാ ഗ്രൂപ്പുകളിലും കാണുന്ന എച്ച് ആന്റിജൻ ബോംബെ ഗ്രൂപ്പുകാരിൽ കാണുന്നില്ല. ഇക്കാരണത്താൽ സാധാരണ പരിശോധനയിൽ ഒ ഗ്രൂപ്പായി തോന്നുമെങ്കിലും സാധാരണ ഒ ഗ്രൂപ്പുകാരിൽ നിന്ന് രക്തം സ്വീകരിക്കാനോ കഴിയില്ല. ജന്തുരോഗങ്ങൾ. കുളമ്പ് രോഗം. രോഗകാരി വൈറസ് ബാധിക്കുന്നത് പശു, എരുമ തുടങ്ങിയ കന്നുകാലികളെ. വാക്സിനേഷനാണ് പ്രതിരോധ മാർഗം. ആന്ത്രാക്സ് ബാക്ടീരിയ രോഗമാണ്. കന്നുകാലികളെ ബാധിക്കുന്നു. വാക്സിനിലൂടെ പ്രതിരോധിക്കാം. അകിട് വീക്കം ബാക്ടീരിയ രോഗമാണ്. കന്നുകാലികളെ ബാധിക്കുന്നു. വാക്സിനേഷനിലൂടെ ഒഴിവാക്കാം. കോഴിവസന്ത വൈറസ് കോഴി, താറാവ് എന്നിവയെ വാക്സിനേഷനിലൂടെ ഒഴിവാക്കാം. കുളമ്പ് രോഗം, കോഴിവസന്ത എന്നിവ വൈറസ് രോഗവും ആന്ത്രാക്സ്, അകിട് വീക്കം എന്നിവ ബാക്ടീരിയ രോഗവുമാണ്. വഴുതനയുടെ വാട്ടം ബാക്ടീരിയ രോഗമാണ്. നെല്ലിന്റെ ബ്ലൈറ്റ് രോഗം ബാക്ടീരിയ. വാഴയുടെ കുറുനാമ്പ് രോഗം വൈറസ്. മരച്ചീനിയിലെ മൊസൈക്ക് രോഗം വൈറസ്. തെങ്ങിന്റെ കൂമ്പുചീയൽ ഫംഗസ്. കുരുമുളകിന്റെ ദ്രുതവാട്ടം ഫംഗസ്.
തെങ്ങിൻ്റെ കൂമ്പ് ചീയലും കുരുമുളകിൻ്റെ ദ്രുതവാട്ടവും ഫംഗസ് ആണ് രോഗകാരി. വാഴയുടെ കുറുനാമ്പ് രോഗവും മരച്ചീനിയിലെ മൊസൈക്ക് രോഗവും വൈറസ് ആണ് രോഗകാരി. വഴുതനയുടെ വാട്ടം, നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗം എന്നിവ ബാക്ടീരിയയാണ്. റീകോമിനന്റ് DNA ടെക്നോളജി. രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ചു ചേർത്ത് റീകോമിനന്റ് DNA രൂപപ്പെടുത്തുന്ന ജൈവ സാങ്കേതിക വിദ്യയാണ് റീകോമിനന്റ് DNA ടെക്നോളജി. ഇതിൽ നിർദ്ദിഷ്ട ജീനുകളെ മുറിച്ചെടുക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം അഥവാ ജനിതക കത്രിക, രണ്ട് DNA ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ലിഗേസ് എൻസൈം അഥവാ ജനിതക പശ, ജീനുകളെ വഹിക്കുന്ന വാഹകർ, റീകോമിനന്റ് DNAയെ പ്രവേശിക്കുന്ന ആതിഥേയ കോശങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ബാക്ടീരിയയിലെ പ്ലാസ്മിഡ്, ചില വൈറസുകൾ എന്നിവയാണ് ജീൻ വാഹകരായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മുടെ 5 മുതൽ 10 വരെയുള്ള SCERT ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, എക്സാമിന് തീർച്ചയായിട്ടും വരുന്ന ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ട് നിങ്ങളുടെ സമയത്തിന് വാല്യൂ കൽപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് ആരംഭിച്ചിട്ടുള്ളത്. ഏതൊരു PSC എക്സാമിനും ബയോളജി പാർട്ടിൽ നിന്ന് മുഴുവൻ മാർക്കും ഉറപ്പാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.